how did you start what you're doing currently with Airbnb? ഒരു ബിസിനസ് ചെയ്യാണ്, രാവിലെ 9 to 6 ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. ദാറ്റ് ഇസ് നോട്ട് എ ബിസിനസ്, ദാറ്റ് ഇസ് എ ജോബ്. അപ്പം ഐ വോണ്ടഡ് ടു ഡു സംതിങ് ദാറ്റ് ഐ ക്യാൻ മാനേജ് റിമോട്ട്ലി ബട്ട് ദെൻ ലൈക്ക് ഒരു റവന്യൂ വരുന്ന രീതിയിൽ. അപ്പം ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് ടൂറിസം അങ്ങനത്തെ ഭയങ്കര പാഷൻ. അപ്പം ഞാൻ അങ്ങനെ ഒരു വെള്ളയാണിയിൽ ഒരു പ്രോപ്പർട്ടി കാണും. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂപ്പർ ടൈംസ്. Yes. ലൈക്ക് there were days when I couldn't sleep. ഓക്കെ, നാളെ എന്താവും, എന്ത് ചെയ്യണം, വാട്ട് ഇഫ് ദർ ലൈക്ക് ഇത് ചെയ്ത് പൈസ വന്നില്ലെങ്കിൽ. അപ്പം ആ ഒരു ഞാനത് എനിക്ക് തോന്നുന്നു പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 14 days ആൻഡ് അവസാനം കേസേ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ചെയ്തോ ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. ലൈക്ക് പുള്ളിക്കാരെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് സപ്പോർട്ടീവായി. അജയ് സാർ പറഞ്ഞ് ചെയ്യ് ബാക്കി നമുക്ക് നോക്കാം. ഏതേ വേ ലൈക്ക് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ട്, ഹോളായാലും ഫുൾ അങ്ങ് താഴേക്ക് പോവില്ല. അപ്പം ലൈക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പം അതിൽ നിന്ന് ലൈക്ക് currently I am operating 3 properties, planning to add more. Hi, dear friends, and welcome to another episode of Path to Peak. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത് ഒരു യങ് ഓൺടർപ്രണർ ആണ്. ആൻഡ് വെൻ ഐ സേ യങ്, ഹി ഈസ് ആക്ച്വലി യങ്. ആൻഡ് ഓൾസോ വി ഹാവ് ദ ഹെഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഓപ്പറേഷൻസ് അറ്റ് ഡോട്ട് സ്പേസ്, Jensine. Hi Sonny. Hi Jensine, how are you? I am good. How are you? Not bad. On a scale of 1 to 10, എത്ര ടെൻഷൻ ഉണ്ട് ഇപ്പോൾ? 10 11 I'll say. ലൈക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് പ്രത്യേകത ജെൻസീൻ, ലൈക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പം 1 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ ചിലപ്പം 1 million at some point. പക്ഷേ there are people who struggle to be in front of a mic. There are people who struggle to talk in front of people. But then also there are people like us who do it most probably day in, day out, wherein maybe we're talking to our vendors, we may be talking to our customers, and we don't, stop. നമുക്ക് ഒരു പ്രശ്നം തോന്നത്തില്ല. സോ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മുടെ പോഡ്കാസ്റ്റിൽ കൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഫിഡൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും 10 നിൽക്കുന്ന ഒരു ഫാക്ടർ അല്ല. കറക്റ്റ്. ഒരു സിനാരിയോ ബേസ്ഡ് ആണ്. കറക്റ്റ്. ഇപ്പൊ ജെൻസിനെ ഞാൻ മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് പക്ക് ചെയ്തിട്ട് ഒരു കൺസ്ട്രക്ഷൻ വെണ്ടറിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടാൽ യു വിൽ ബി സിറ്റിംഗ് അറ്റ് കോൺഫിഡൻസ് ലെവൽ ഓഫ് 10. കറക്റ്റ്. പക്ഷെ അവിടുന്ന് ആ കംഫർട്ട് ലെവലിൽ നിന്ന് മാറ്റിയാൽ പുട്ട് യു ഇൻ സ്റ്റുഡിയോ റൂം ഇൻ ഫ്രണ്ട് ഓഫ് ലൈക്ക് സ്പോട്ട് ലൈറ്റ്സ് ആൻഡ് ഓൾ ഓഫ് എ സഡൻ യു ആർ ലൈക്ക് വി മേ ബി ടോക്കിംഗ് അബൌട്ട് കൺസ്ട്രക്ഷൻ. പക്ഷെ ആ ഒരു മോഡ് മാറും. ആൻഡ് ഇതാവുന്ന തെറ്റില്ല. ബിക്കോസ് ഇഫ് സമ്മൺ ഇസ് ടെല്ലിങ് യു ദറ്റ് ഡേ ഇൻ ഡേ ഔട്ട് 24/7 എന്ത് സംസാരിച്ചാലും ഞാൻ ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾസോ സ്റ്റിഗ്മ ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ യങ് പീപ്പിൾ വെൻ ദേ ആർ ലൈക്ക്, ഞാൻ സംസാരിക്കാൻ തുടങ്ങി, എനിക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മുമ്പിലിരിക്കുന്ന ആളുടെ മുമ്പ് ഞാനൊരു ഇഡിയറ്റായിട്ട് ഫീൽ ചെയ്യുമോ? ബട്ട് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് ഇസ് വെൻ എവർ യു ടോക്ക് ടു എ ലോട്ട് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ, അവർ പല ഐഡിയാസും ഭയങ്കര ഇഡിയോട്ടിക് ആയിരിക്കും ആദ്യമായിട്ട് പറയുന്നത്. I genuinely don't think when Elon Musk was saying to his friends, there will be civilization in Mars on day 1. I don't know how many friends he has, but like പുള്ളിക്കാരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെങ്കിലും പുള്ളി പറയാണ് മാർസിൽ നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തോട്ടം പറഞ്ഞപ്പോഴത്തേക്ക് ഈവൻ പുള്ളിക്കും തോന്നി കാണുന്നത് ഇഡിയോട്ടിക് കോൺസെപ്റ്റ്. എക്സാക്ട്ലി. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റിലും നമ്മളിങ്ങനെ ഓരോ വെഞ്ചേഴ്സ് റൺ ചെയ്യുന്നവർ. There are some people who are just absolutely at the peak of their success. They are like diversifying into most probably philanthropy, or they are like into social movements now because they are like, എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം അച്ചീവ് ചെയ്തു. But then we have people like you who are not at the really struggling stage, but also you yourself know I have miles to go. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മിക്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഓഡിയൻസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജും ഇത് തന്നെയാണ്. ഒരു സക്സസ്ഫുൾ ബിസിനസ് മാനും ഒരു സ്ട്രഗ്ലിംഗ് ബിസിനസ് മാനും ഒരു ഓൾമോസ്റ്റ് there but not there businessman, we all face almost the same issues. It's just where you put us in that particular scenario. So being a little bit aware about your surroundings, being a little bit scared, no issues at all. And this is also something that we will endure together, because being a host also, it's new for me. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സെഷനിൽ ഇരുന്നിട്ട് മിണ്ടാതിരിക്കാൻ. Yes, I understand. എല്ലാ ക്വസ്റ്റ്യൻസും അതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. I understand your struggles as well. അപ്പം the same for me as well. ഞാൻ എന്ത് പറയണം, like what will you ask, what can I expect? അപ്പം there are struggles for me as well, so I think we are aligned. Correct. അപ്പം നമ്മൾ ഈ ഒരു പാത്തിൽ ഒരുമിച്ച് we will go through for the next hour or hour and a half, and we will just very briefly touch your so far enjoyable, I would say very
jealous lifespan you had when I compared to myself. You're still in your 20s, if I'm not wrong, correct. and I'm jealous about it. Without saying how old I am, but I'm jealous about it. So, to start Jensine, I think everyone wants to know from where one starts. So, where did Jensine start? Like, evidana Jensine thodakam? Where was your birthplace? Your parents, your family, your school days. Some basic stuff to give the audience about who is Jensen. Sure. So, like I was born and brought up in Trivandrum. My school days, ഞാൻ കേന്ദ്രീയ വിദ്യാലയയിലായിരുന്നു. കേന്ദ്രീയ വിദ്യാലയ പേരൂർക്കട. കേന്ദ്രീയ വിദ്യാലയ പേരൂർക്കട ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഐ വാസ് എ ഫസ്റ്റ് ബാച്ച്. സോ ലൈക്ക് ഐ ജോയിൻ ഫ്രം 5th സ്റ്റാൻഡേർഡ് ആൻഡ് ലൈക്ക് ടിൽ 12th ലൈക്ക് ഞങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതോറും ഓരോ സ്റ്റാൻഡേർഡ്സ് ആഡ് ചെയ്തത്. സോ വി ആർ ഓൾവേസ് സീനിയേഴ്സ് ഓവർ. അപ്പം ദാറ്റ് വാസ് എ ഫൺ റൈഡ് ആൻഡ് ലൈക്ക് അതൊരു വേറെ ആർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആൻഡ് പോസ്റ്റ് ദാറ്റ് ഐ ഡിഡ് മൈ അണ്ടർ ഗ്രാജുവേഷൻ ഇൻ mechanical engineering. That was from Mar Basilios. Most like ആ ഒരു ഗ്രാജുവേഷൻ പറയുകയാണെങ്കിൽ ഐ വാസ് planning to be a chef, but then like my father had other plans, so like I had to go for engineering. And like 4 years like it was like a fun ride, I'll say. Mar Basilios ന്റെ ഒരു it was fun and like കുറച്ച് നെഗറ്റീവ്സും ഉണ്ടായിരുന്നു, but then like I'm happy I've been through that and like അത് ആ ഒരു ഫേസ് ആണ് നമ്മളെ ഞാനിപ്പം എവിടെ നിൽക്കുന്നു ആ ഒരു ഇതിൽ എത്തിച്ചത്. സോ പോസ്റ്റ് മൈ UG I like joined ISRO like contract engineer ആയിരുന്നു. I was doing the design part of launch vehicles. അപ്പം I was there for 2 years, but then like later on I realized this is not my cup of tea, and my father wanted to like he asked me to do higher studies in mechanical engineering itself, and I had this realization that is not my cup of tea. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈക്ക് ഐ യൂസ് ടു റീഡ്. അപ്പം there is this book that is my first book, like Rich Dad Poor Dad. അപ്പം that book inspired me a lot I'll say, because like അതിൽ നിന്ന് ലൈക്ക് അവർ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈ വാട്ട് യു ഡു. സോ ബേസിക്കലി ഇഫ് യു കീപ് ഓൺ സ്റ്റഡിങ് യു ഗെറ്റ് യുവർ സ്പെഷ്യലൈസേഷൻ, ലൈക്ക് ദർ ഇസ് എ level that you reach. But then if you keep on diversifying or അങ്ങനത്തെ കാര്യങ്ങൾ, say like you learn a new language, you do a different job, you do another job, you do a business. അപ്പോൾ എപ്പോഴും അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈ തിങ്സ് ആൻഡ് ലൈക്ക് പ്ലാൻ യുവർ ഫ്യൂച്ചർ. ലൈക്ക് നമ്മളെ സോറി Take a moment. Nah, that's fine. യെസ് സോ ബേസിക്കലി അതിനകത്ത് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ലൈക്ക് കട്ട് ചെയ്യുമോ അതോ? ഇല്ല, നമ്മളൊന്നും കട്ട് ചെയ്തില്ല. ഓക്കെ, ഇനിഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ഓക്കെ, സോ അതിൽ നിന്ന് ആ റിയലൈസേഷൻ കിട്ടിയപ്പം ലൈക്ക് ഐ വാണ്ടഡ് ടു ലേൺ മോർ അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ്. പിന്നെ ലൈക്ക് ഐ വാണ്ടഡ് ടു ലേൺ മോർ അബൌട്ട് റിയൽ എസ്റ്റേറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് വെയർ ദ മണി ഈസ്. അപ്പം ലൈക്ക് ഐ വാസ് ലുക്കിംഗ് ഫോർ സംബഡി ഹൂ കുഡ് ലൈക്ക് ഗൈഡ് മീ ഫോർ ദിസ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. അങ്ങനെ ലൈക്ക് ഐ മെറ്റ് Ajay Jose. He is the managing partner of Dot Space. അപ്പം at that time I had admissions at like 3 universities in Australia. So I wanted to work with him and understand real estate, and like he was good in stocks also, so like I wanted to study that part as well. Angane like I joined, and like my father was super pissed, but then like I was like, this is my thing, I have to do it. And like yes, so finally like we finally I think like everyone was aligned, and ഇപ്പം Dot Space in the head of growth and expansion. To a lot of journey നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയല്ലോ തോന്നിച്ചു അല്ലേ. So to maybe go to the first part of it, കേന്ദ്ര വിദ്യാലയ. ഇപ്പം ഞാൻ ഇവിടെ ആദ്യം ഡൽഹിയിൽ പഠിച്ചു, അതിൻ്റെ തന്നെ കേരളത്തിൽ വന്നു. ആൻഡ് വൺ ഓഫ് ദ തിങ്സ് ഐ ഹവ് ഓൾവേസ് ഹേർഡ് ഇസ് ലൈക്ക് KV is a different league. Correct. I'll say so. I am always proud about my ഒരു KVN എന്ന് പറയാൻ I'm always proud, because like you call yourself KVN. അതാണ് term. അതാണ് നമ്മളെ തന്നെ പറയുന്നത്, because like the exposure we get is like much different from all other schools. Like we have like inter-region, international competitions and like all that, and the exposure we get is too good. And like mostly like the people we talk to and like the people who teach us as well, like they are like what do you say, they are like super specialized. അപ്പം അതിൻ്റെതായ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും this is my personal thing. So I believe like KV
ബെറ്റർ സ്കൂൾ. അപ്പം ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ പുതിയ സ്കൂളിൽ ആദ്യമായിട്ട് വരുന്ന ബാച്ച്, ലൈക്ക് ദ വേ ഐ എം ഇമാജിനിങ് ഇറ്റ് ഇസ് ദേ ആർ എക്സ്പെരിമെന്റിങ് ഓൺ യു ഗൈസ്. കറക്റ്റ്. ബട്ട് ബീങ് KV ബ്രാൻഡ്, ദേ ഡോണ്ട് നീഡ് എക്സ്പെരിമെന്റ്സ്. കറക്റ്റ്. അവർ ഓൾറെഡി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അവർക്ക് അറിയാം വാട്ട് ദേ ആർ ഡൂയിങ്. ബട്ട് ഓൾസോ യു ഡോണ്ട് ഹാവ് സീനിയേഴ്സ് ഹു ആർ ഗോയിങ് ടു ലീഡ് യു. ആസ് യു സെഡ്, യു ആർ ദ സീനിയേഴ്സ്. കറക്റ്റ്. അപ്പോൾ 5th ആയിരുന്നപ്പോൾ 5th സ്റ്റാൻഡേർഡ് ആണ് ഹയസ്റ്റ്, 6th ആയിരുന്നപ്പോൾ. So at some point, do you feel ki if you had some seniors, maybe അതൊരു ഇച്ചിരി ഫണ്ണായിരുന്നേനേം? യെസ്. അത് കാരണം എനിക്ക് ഞാൻ ആ ബെസിലിയസിൽ 2 years ഞാൻ ഈവൻ ട്രിവാൻഡ്രം ആയിരുന്നെങ്കിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ. അപ്പോൾ എപ്പോഴും ആ ഒരു റിയലൈസേഷൻ എനിക്ക് ആക്ച്വലി കോളേജിൽ കയറിയപ്പം എനിക്ക് ആ ഒരു റിയലൈസേഷൻ ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് വി ഹാഡ് സം ഗുഡ് സീനിയേഴ്സ്. കുറച്ച് സീനിയേഴ്സ് ബട്ട് ദെൻ ലൈക്ക് ഈ പറഞ്ഞാൽ ഇതും വേറെ ഒരു ഇതാണ്, ലൈക്ക് നോബഡി എക്സ്പീരിയൻസ് ആ ഒരു 6 വർഷം ഇതുവരെ ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Correct. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. ആൻഡ് KV എന്ന് പറയുന്നത് ഈ സ്പോർട്സ്, നമ്മുടെ കുറെ അത്ലറ്റ്സ് എനിക്ക് തോന്നുന്നത് KV, സൈനിക് സ്കൂൾ, ആർമി സ്കൂൾ, അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് നറിഷ് ചെയ്യാറുണ്ട്. സോ what was Jensen like when he was in school? Was he into sports? No, I was not that into sports, but then I used to play. പക്ഷേ ലൈക്ക് അങ്ങനെ പേരെടുക്കാനും മാത്രം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബട്ട് ദെൻ ഐ യൂസ് ടു പ്ലേ, എല്ലാം കളിക്കുമായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് മോസ്റ്റ്ലി ഐ വാസ് ആദ്യമേ ഇൻ ടു ജിം. അപ്പം ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് തൊട്ടേ ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അന്ന് അത് ഭയങ്കര പാഷനായിരുന്നു. അപ്പം ഫുൾ ടൈം ഞാൻ ജിമ്മായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത്. അതെങ്ങനെ, ലൈക്ക് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്, ലൈക്ക് ബിക്കോസ് ജിം എന്ന് പറയുന്നത് it's not something that comes from your, I don't know, did it come from your friends or did it come from your house? No, it came from within me, I'll say, because like I used to be very thin and like me being 6'5", you can imagine me being thin and like I used to get all the comments അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പം I wanted to change. അപ്പം അങ്ങനെ പണ്ടേ എനിക്കപ്പം ലൈക്ക് I knew that gym would change me. അങ്ങനെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ വന്നത് 10th തൊട്ട് സ്റ്റാർട്ട് ചെയ്താണെങ്കിലും. പിന്നെ ലൈക്ക് I continue till now. ഞാൻ ഇപ്പം morning routine is gym. So was there actually some sort of bullying back in your school? Yes, there was. But then like initially that is what gym in our beautiful thing adairunnu. So once you started changing, like people they back off. Yep. അപ്പം initially ഉള്ള bullying പയ്യെ കുറഞ്ഞു വരും. എനിക്ക് ബിക്കോസ് ഞാൻ ഈ ബുള്ളിങ്ങും സ്കൂളുമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഐ റിലേറ്റ് എ ലോട്ട് ടു ഇറ്റ്. ബിക്കോസ് നമ്മളിപ്പം ജെൻസിനൊക്കെ കേട്ടിരിക്കുന്നത് എന്തായിരിക്കും, ഒരു മലയാളി പയ്യന് ഡൽഹിയിലൊക്കെ ചെല്ലുന്നുണ്ടെ അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കുന്നു. അല്ലെങ്കിൽ ഒരു മലയാളി US-ലോ യൂറോപ്പിലോ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് കളിയാക്കുന്നു. ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് അനുഭവിച്ചൊരു വ്യക്തിയാണ്. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് നോ ദിസ് പാർട്ട് ഓഫ് മലയാളീസ്. ഞാൻ 6th 7th ആയപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് എ ഫാമിലി, ലൈക്ക് വി വർ ഗോയിങ് ത്രൂ പർട്ടിക്കുലർ ഇൽനെസ് ഇൻ അവർ ഫാമിലി ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ഹാപ്പി മൊമെന്റ് ഫോർ അസ്. ആൻഡ് ഇമാജിൻ എ ഗായ് ഹു ഹാസ് ബീൻ ടു കേരള ഓൺലി സമ്മർ വെക്കേഷൻസിന് വരും. ആ സമയത്ത് ഇവിടെ മഴയായിരിക്കും, എൻജോയ് ചെയ്യും, തിരിച്ചു പോവും. മലയാളം പറയാൻ അറിയാം, പക്ഷേ എഴുതാനും വായിക്കാനും അറിയത്തില്ല. പറയുമ്പോഴും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തെറ്റി. ഇപ്പോഴും പറയുമ്പോൾ സർട്ടൺ വേർഡ്സ് നമുക്ക് തെറ്റും. സോ സ്കൂളിൽ വരുന്നുണ്ട് ഓൾറെഡി നമ്മളിങ്ങനെ കുറേ ബാക്കിലാണ് നിൽക്കുന്നത്. ആൻഡ് ഡൽഹിയിലെ സ്കൂൾ ടൈമിങ്സ് നമുക്ക് മോർണിംഗ് ആയിരുന്നു. മോർണിംഗ് 7 to 1 ആണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നേരെ മാറി, 9 to 4 ആയി. എനിക്കൊന്ന് ഡൽഹിയിലെ ടൈമിങ്സ് ആയിട്ട് KV കുറച്ചുകൂടെ അലൈൻഡ് ആണ്. ലൈക്ക് നമ്മുടെ ക്ലാസ് എനിക്കൊന്ന് സംവെയർ അറൗണ്ട് 8 തുടങ്ങി ഒരു 2:45 വൈൻഡ് അപ്പ്. കറക്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അതിലായിരുന്നില്ല. ആൻഡ് മോറോവർ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസ് ഇച്ചിലൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, KVയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നതായിരുന്നു. ഇറ്റ് വാസ് ഒരു ഭയങ്കര ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് നമ്മുടെ ബേസിക്കലി ലാംഗ്വേജ് സ്കിൽസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. ഹിന്ദി സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം, മലയാളം സംസാരിക്കണം. ആൻഡ് ഭയങ്കരമായിട്ട് അവർ ഹിന്ദി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യായിരുന്നു. അപ്പം ലൈക്ക് എനിക്ക് ബേസിക് ആയിട്ടുള്ള ഹിന്ദി അത്യാവശ്യം വായിക്കാനും എഴുതാനും അത്യാവശ്യം സംസാരിക്കാനും അറിയാം. ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ബിക്കോസ് ലൈക്ക് ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. അപ്പം ഹിന്ദി അറിയാവുന്നത് ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. ട്രൂ. സോ ഗോയിങ് ബാക്ക് ടു വെയർ ഐ വാസ്, ലൈക്ക് ഞാനപ്പോൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഡേയിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കെന്താ പറയുക, ഞാൻ വന്നിടത്തുനിന്ന് ലൈക്ക് ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ബെഞ്ചിലൊക്കെ ഒരുമിച്ചായിരിക്കുന്നത്, ലൈക്ക് ഗേൾസ് ആൻഡ് ബോയ്സ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് സഡൻലി ഒരു സെഗ്രിഗേഷൻ വന്നു. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് എ സ്മോൾ തിങ് റൈറ്റ്. പക്ഷേ പിന്നെ ഓരോ ചേഞ്ചസ് വരാൻ തുടങ്ങി. ലൈക്ക് ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കാൻ വരുന്നുണ്ട് ബിക്കോസ് ഐ എം സ്കേർഡ്. ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ തെറ്റും, കണ്ടിന്യൂസ് ആയിട്ട് തെറ്റും. ആൻഡ് ദെൻ പീപ്പിൾ സ്ലോലി ദേ ജസ്റ്റ് കീപ് യു സ്റ്റാർട്ട് ഓൺ ദ സൈഡ്സ്. ആൻഡ് ബിക്കോസ് നമ്മൾ CBSE-ലായിരുന്നു, മലയാളം ഞാൻ 3rd ലാംഗ്വേജ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ദെൻ മലയാളം. സോ നമുക്ക് മലയാളം പഠിക്കുമ്പോൾ കുറച്ച് പഠിച്ചാൽ മതി. പക്ഷേ ആ ഒരു ക്ലാസ് വരുമ്പോഴത്തേക്ക് യു ക്യാൻ ഫീൽ ഹൗ എവരി വൺ ഈസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് യു ആൻഡ് അവർ നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി നോക്കിയിരിക്കും. ആ ഒരു പോയിന്റിൽ ഐ നോ ഹൗ മേ ബി ജിം ഹെൽപ് യു സിമിലർ ടു ദാറ്റ്. എന്നൊരു ടീച്ചറെ ഹെൽപ്പ് ചെയ്തത്. ഷീ ബേസിക്കലി സെഡ് കി
for the age that you're in, your command of English is good. So why don't you go and participate in elocution? And I still remember how helpful that was, because as most probably how you felt in your gym, I felt it to be a place where I could express myself. Like, എനിക്ക് മലയാളം അറിയത്തില്ല, സത്യമാണ്, പക്ഷേ എനിക്കറിയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, ബട്ട് നോ വൺ ഇസ് ട്രൈങ് ടു ടോക്ക് ടു മീ ഓർ ഡു ഇറ്റ് ഇൻ ദാറ്റ് വേ. സോ ഞാൻ പോയി, ആൻഡ് ഐ എം സോ ഹാപ്പി ടു സേ ഞാൻ ഒരു 7th 8th ഗ്രേഡ് തൊട്ട് തുടങ്ങി. ഐ വെന്റ് ടു ദ ഡിസ്ട്രിക്ട്സ്, ഐ വെന്റ് ടു ദ സ്റ്റേറ്റ്സ്. ഈ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു പോയിന്റ് കഴിയുന്നുണ്ടല്ലോ, പീപ്പിൾ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ഇൻ എ ഡിഫറെന്റ് ആസ്പെക്ട്. പക്ഷെ ഇത് ഈ ബുള്ളിങ്ങിനെ പറയുന്നുണ്ടെ നമ്മൾ ഒരു തരത്തിൽ ഇതിനും പോസിറ്റീവായിട്ട് കാണുന്നു. പക്ഷേ ഇങ്ങനെ തന്നെ ഈ കുവൈറ്റിൽ നിന്നൊക്കെ കുറേ പേര് ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ബോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇച്ചിരൂടെ, ബിക്കോസ് ദേ ഹാവ് ലിവ്ഡ് ഇൻ എ ഫ്ലാറ്റ്, അവർക്ക് ചിലപ്പോൾ ഇവിടെ വരുന്നുണ്ട് അവരുടെ ഗ്രാൻഡ് പാരൻസിനൊപ്പമായിരിക്കും താമസിക്കുന്നത്. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, ദേ ബിഹേവ് വെരി ഡിഫറെൻ്റ്ലി. ബിക്കോസ് അവർ ഹോസ്റ്റലിൽ പോകുമ്പോഴും ഇതേ സിറ്റുവേഷൻ. ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു, പക്ഷെ അവർ ഹോസ്റ്റലിൽ പോകുമ്പോഴത്തേക്ക്. സോ in some way, I think while we talk about ragging in school, colleges, we talk about, isolations in colleges and everything, സ്കൂളിലും നമ്മൾ അത്യാവശ്യം നല്ല നൊട്ടോറിയസ് ആണ് ഈ ഒരു ബുള്ളിങ്ങിന്. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി അറ്റ് സം പോയിന്റ്, ഇപ്പം ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വി ആർ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ്. പിന്നെ നമ്മൾ തിരിച്ചറിയത്തില്ല. ആ ഒരു ഇമ്പാക്ട് സൈഡിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. എക്സാക്ട്ലി. അപ്പം അത് ഭയങ്കര ആ ഒരു ചേഞ്ച് വാസ് വെരി ഗുഡ്. ആൻഡ് ലൈക്ക് നമുക്ക് അന്ന് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളും, ദാറ്റ് വാസ് അമേസിങ്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോഴും സ്ഥിരം ജിമ്മിൽ പോകുന്നതും. ഇറ്റ് ഈസ് ബിക്കോസ് അന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ്. അന്ന് 10th തുടങ്ങി, ഇന്നിപ്പം ഇത്രയും വർഷം കഴിയുമ്പോൾ യു ആർ സ്റ്റിൽ ഹാവിംഗ് ദ സെയിം റൂട്ടീൻ. ഐ ടേക്ക് മൈ ബ്രേക്സ്, ബട്ട് ദെൻ ലൈക്ക് കൺസിസ്റ്റന്റ് ആണ്. ദെയർ ആർ ബ്രേക്സ്, ബട്ട് ദെൻ ലൈക്ക് ഇപ്പം നോക്കുമ്പോൾ ഐ എം കൺസിസ്റ്റന്റ്. ഇപ്പം അങ്ങനെ മിസ് ഔട്ട് ചെയ്യാറില്ല. സേ ലൈക്ക് 2 weeks 3 weeks ഒക്കെ ചിലപ്പോൾ മിസ് ചെയ്യും, ബട്ട് ദെൻ ലൈക്ക് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് അപ്പ്. സോ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. But also at this point, I just want to say, if anyone is being, bullied, if you're feeling you're not in a safe place, you should always tell your parents. You should always tell someone who can help you. Correct. Because പലപ്പോഴും ഇപ്പം ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ്, ആ സമയത്ത് എൻ്റെ പേരൻസ് പോയിക്കൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ഇമോഷണൽ ട്രോമ കൂടെ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. And at some point, if you don't get a vent out, like how I got to be in elocutions, extempore, you got to be in gym, it can always backfire. Correct. അപ്പം ഇത് അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഗൈഡൻസ് എപ്പോഴും വേണം. ലൈക്ക് ദാറ്റ് ഐ വിൽ സേ. കാരണം എല്ലാവർക്കും നമ്മുടെ ലെവൽ ഓഫ് ആ ഒരു ട്രോമ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ടോക്ക് ടു യുവർ പാരൻസ്, ടോക്ക് ടു യുവർ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്. ദേ കൻ ഹെൽപ്പ് യു ഔട്ട്. കറക്റ്റ്. അത് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിച്ചതാണ്, ബിക്കോസ് ഞാൻ കുറച്ചു കാലം പുറത്ത് ജീവിച്ചുകൊണ്ടാണ്, ഇന്ത്യയിൽ മെന്റൽ ഹെൽത്ത് ഇസ് എ ലക്ഷറി. കറക്റ്റ്. മെന്റൽ ഹെൽത്ത് ഇസ് നോട്ട് എ ഡിസീസ്. ഇപ്പോൾ ഒരാളോട് ചെന്ന് പറയുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഓൾഡ് ഇനഫ് ദേ വിൽ സേ, ബാ നമുക്ക് പോയി ഒരു ബിയർ അടിച്ചിരിക്കാം, അപ്പോൾ ശരിയാവും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കേരളത്തിന്റെ, ബാക്കിയുള്ളവർ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. ബിക്കോസ് ലൈക്ക് അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. ജനറലി നമ്മളെ ഒരു അപ്ലിഫ്റ്റിംഗ് മൊമെന്റ് ആണ്. ബാക്കി നമ്മുടെ ആ കൂടെ ആരും ഇല്ല. ലൈക്ക് അപ്പം നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ഡിപ്രസിംഗ് സ്റ്റേജിലേക്ക് പോകത്തേ ഉള്ളൂ. എനിക്ക് മെന്റൽ അതിന്റെ കറക്റ്റ് ആസ്പെക്ട് അറിയില്ല, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. അതിനകത്തും ജെൻസിൻ ലൈക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രൂപ്പ്. Correct. And that is very important, right? ഇപ്പം ജെൻസിൻ ജിമ്മിൽ പോയി തുടങ്ങുമ്പോഴായിരിക്കും you start surrounding yourself with people who are of the similar interest. ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ വരും. പക്ഷെ ഇപ്പോൾ ഇമാജിൻ ഇഫ് യു ആർ ഓൾസോ ഗോയിങ് ത്രൂ ഡിപ്രഷൻ ആൻഡ് യുവർ ഫ്രണ്ട്സ് അറൌണ്ട് യു ആർ ഓൾസോ ഗോയിങ് ത്രൂ ഡിപ്രഷൻ, ഓൾ ഓഫ് എ സഡൻ ഭയങ്കര നെഗറ്റീവ് ആയി പോകും. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വളരെ യങ് മൈൻഡ്സ്. ദർ ബ്ലാസ്റ്റിംഗ്, ദർ ഡൂയിങ് സം വണ്ടർഫുൾ ജോബ്സ് ഇൻ സ്റ്റാർട്ടിംഗ് അപ്പ് എ ന്യൂ ബിസിനസ്, ദർ ഡൂയിങ് സം വണ്ടർഫുൾ ജോബ്സ് ഇൻ getting angel investors എല്ലാം ചെയ്യുന്നുണ്ട്. ദേ ഗെറ്റ് എ ഡിപ്പ്. ആൻഡ് ദ ഇഷ്യൂ ഇസ്, ആ സമയത്ത് ഫൗണ്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് ഈ ഒരു ഡിപ്പ് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇമ്പാക്റ്റഡ് ആവും. ആൻഡ് ഇവർ ഭയങ്കര യങ് ആണ്. അപ്പോഴത്തേക്ക് എവ്രി വൺ സിറ്റ്സ് ഡൗൺ ആൻഡ് ദെൻ ഓഫ് കോഴ്സ് someone will bring a drink in there. I always say, whenever you're sad, never ever go into any bad habits like smoking, drinking, never. Because അതൊരിക്കലും ഒന്നിനൊരു സൊല്യൂഷൻ അല്ല. whatever. So അങ്ങനെ തുടങ്ങി കഴിയുന്നുണ്ടെങ്കിൽ ഈ ജെൻസിൻ പറഞ്ഞ ആ ഒരു പോയിന്റ് വരും, ദ പീപ്പിൾ സറൗണ്ടിങ് യു ആർ ഓൾസോ നോട്ട് ഡിപ്രസ്ഡ്. യെസ്, ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു ലൈക്ക് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ടുള്ള എനിക്ക് കുറേ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് ടൈപ്പ് എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രം ലൈക്ക് വെരി യങ് ഗൈസ് ടു ലൈക്ക് റിയലി ഓൾഡ് ഗൈസ്. അപ്പം എനിക്ക് ആ ഒരു ഫുൾ ഇവരുടെ കൂടെ ഈ പിയേഴ്സിൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ വേറെയാണ്. സോ ലൈക്ക് എനിക്ക് ആ ചെറിയ ആൾക്കാരോട്, ഐ മീൻ ഏജ് ഗ്രൂപ്പ് കൊച്ചായിട്ടുള്ള ആൾക്കാരോട് നടക്കുമ്പോഴും ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും നല്ല ഗ്യാപ്പുള്ള ആൾക്കാരോട് നടക്കുമ്പോൾ ഇൻസൈറ്റ്സ് വി ഗെറ്റ് ഇസ് ലൈക്ക് ദാറ്റ് ഇസ് വാട്ട്
എന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ മോൾഡ് ചെയ്തത് കുറെ അങ്ങനത്തെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഐ എം സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ദം. അപ്പം നമ്മൾ സ്കൂളിൽ എത്തി, നമുക്ക് നല്ലൊരു ഗ്രൂപ്പായി തുടങ്ങി. യു ആർ നോ ഗോയിങ് ടു യുവർ ജിം. സോ യു സെഡ് യുവർ ഡാഡ് ഹാഡ് എ വെരി ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ യു. ഏത് പോയിന്റിലാണ് യു സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദിസ് ഫീഡ്ബാക്ക്? ബിക്കോസ് എനിക്കും എഞ്ചിനീയറിംഗ് ടു എ പോയിന്റ് പോകണം എന്നുള്ളത് പിയർ പ്രഷർ വന്ന് തുടങ്ങിയാണ്. സോ Correct. അറ്റ് വാട്ട് പോയിന്റ് ഡിഡ് ദിസ് സ്റ്റാർട്ട് കമ്മിങ് ടു യു? So like Engineering. engineering. So like initially എനിക്ക് engineering plans ഇല്ലായിരുന്നു. But then like I wanted to do something on food and beverages. അപ്പം that was where I thought my passion was. But then like I didn't try that out. That is one regret. But then like I'm okay with that. Because like once I started engineering, കാരണം ഞാൻ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തു. So once you study engineering, it like rewires your brain. Correct. There is application, there is like you have to seminars and that like അങ്ങനത്തെ നമുക്ക് കുറെ കോൺഫിഡൻസ് വരും. നമുക്ക് എൻറ്റയർ തിങ് ലൈക്ക് ദാറ്റ് ഇസ് ബീങ് ചേഞ്ച്ഡ്. അപ്പം ഐ എം ഹാപ്പി ദാറ്റ് എഞ്ചിനീയറിംഗിലേക്ക് വന്നു. ബട്ട് ദെൻ ഞാൻ അങ്ങനെ വലിയ മാർക്കോടെ ഒന്നും അല്ല പാസ്സായത്. ബട്ട് ദെൻ ലൈക്ക് ഐ ഹാഡ് ആൻ ആവറേജ് ഓഫ് 70-75. ദാറ്റ് വാസ് മൈ ഗ്രേഡ്. ദാറ്റ് ഇസ് ഗുഡ് ഇനഫ്. Decent. Decent. But then my father was not happy with that. Because like പുള്ളിനെ പറയുമ്പോൾ he is a scientist in ISR. Okay. You know the expectation. And my sister is like university top 2. So like അപ്പം ഒട്ടും പ്രഷർ ഇല്ല. correct. സിസ്റ്റർ എൽഡറാ? അല്ല younger ആണ്. യങ്ങർ ആണ്. Okay. അപ്പം ലൈക്ക് ഹി യൂസ് ടു അപ്പം എല്ലാം ടോപ്പ് ഞാനെല്ലാം ആവറേജ്. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് PG മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് Okay. ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ഞാനത് വെറുതെ എൻ്റെ സമയം കളത്തേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഐ ഹാഡ് ദ റിയലൈസേഷൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഇനി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഐ ലൂസ് മൈ ഗുഡ് ഇയേഴ്സ്. ബിക്കോസ് ലൈക്ക് ഐ ബിലീവ് നമ്മളൊരു 35 വരെ ഇസ് ദി ടൈം ടു ഹസിൽ. Correct. അപ്പം മാക്സിമം അത് ഹസിൽ ചെയ്യുക, ഏൺ ബിഗ്. അപ്പം ദാറ്റ് ഇസ് മൈ മോട്ടോ. അപ്പം ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് നൗ. അപ്പം ഐ എം ഹാപ്പി ദാറ്റ് ആ ഒരു ചേഞ്ച് ഐ ടുക്ക് ദിസ് റിസ്ക്, I'll say. Perfect. So, engineering Marbacillus Ligari. And the thing is, even while you say you're an average student, Marbacillus is not a college which is an average college. Marbacillus is one of the, you know, most probably the top 5 or 6 colleges. Most probably out of mechanical engineering. So, you're part of the Royal Bex, right? Correct. Yeah, Yeah, exactly. mechanical. Yeah, We are the Royals. So, Papa is happy at that point. correct. But what's in your mind going? Because it's very interesting, right? Because എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ആക്ച്വലി. ലൈക്ക് വെൻ ഐ വാസ് ഗോയിങ് ഇൻ ടു എഞ്ചിനീയറിംഗ്, എനിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണമായിരുന്നു. ലൈക്ക് ഈവൻ ദോ ഇറ്റ് വാസ് പിയർ പ്രഷർ വാട്ട് എവർ, എനിക്കപ്പോൾ ചെയ്യണമായിരുന്നു. സോ നൗ യു ഹാവ് സംവെയർ. ആൻഡ് ഓൾസോ ഐ എം വെരി കീൻ ടു നോ, ഈ ഷെഫ് എവിടുന്ന് വന്നു? ഷെഫ്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓ, ഐ യൂസ് ടു കുക്ക് എ ലോട്ട്. ലൈക്ക് യങ് ആയിരുന്നപ്പോൾ തന്നെ ഐ യൂസ് ടു ട്രൈ തിങ്സ്. അങ്ങനത്തെ കാര്യം ഇപ്പോഴും എനിക്ക് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ ഐ എം വെരി ഇൻട്രസ്റ്റഡ്. അപ്പം അന്നോട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ആ ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന്. സോ ദാറ്റ് ഇസ് വെയർ ദാറ്റ് മൈറ്റ് ഹാവ് കം ഫ്രം. വാട്ട് ഈസ് ദ ബെസ്റ്റ് ഡിഷ് ദാറ്റ് യു ഹാവ് കുക്ക്ഡ്? I'll say like I like make the best steaks. Pasta is good. പിന്നെ ലൈക്ക് ജനറൽ നമ്മുടെ ഇന്ത്യൻ കറീസ് എല്ലാം അത്യാവശ്യം ഞാൻ steak is top Very- notch. അത് ഉണ്ടാക്കി പപ്പയെ കൊടുത്തൊന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കിയില്ലേ? ഇല്ല, ലൈക്ക് അവർക്ക് ആ ഒരു ഇതൊന്നും താല്പര്യമില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ആർക്കും കുക്ക് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ Okay. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാത്രം ഇടയ്ക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കും. അങ്ങനത്തെ അത്ര ഐ ഹേറ്റ് ഡൂയിങ് ഡിഷസ്. സോ ഞാൻ ഇതിനു വേണ്ടി മെനക്കെടാറില്ല. So most probably after this, at some point, you will have a barbecue for us. ഫോർ ഷുവർ. അത് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ Date and മതി. time. Yeah, perfect. So Marbacillus Ligari. While I know you may feel ki engineering, and actually I align to that fact also, engineering ഒരു ജേർണി ആണ്. Correct. Like എനിക്കായാലും ആ ഒരു 4 yearsലാണ് my eyes opened up. And for you also, maybe, you know, as you said, you met people, Correct. 50 plus Yes. units we do, almost 2 to 4 labs that we do, especially mechanical engineering labs ഭയങ്കര important ആണ്. Correct. We are doing seminars, we are doing projects. Like നമ്മുടെ ഒരു ടൈം കീപ്പിംഗ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് എഞ്ചിനീയറിംഗ് അല്ലേ? Correct. അപ്പം Marbacillus is still like that pioneer sitting in there. They're autonomous, they're having their own curriculums and stuff like that. So when you went in there also, like you are this guy who has the papa's dream living upon your head, and being a scientist at ISRO is huge. Correct. It's absolutely something you should be proud about. So did you feel the day one you walk in, it's like one of the movies and papa comes and says, ഇത് അടുത്ത വഴിത്തിരിവാണ്, ആ ഡയലോഗ് ഉണ്ടായിരുന്നു? ഇനിഷ്യലി നമ്മൾ ആ കോളേജിൽ പോകുമ്പോൾ തന്നെ ആ ഡയലോഗ്സ്, ഈ പറഞ്ഞ എല്ലാ ഡയലോഗ്സും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് ഏകദേശം മനസ്സിലായി. ബിക്കോസ് ലൈക്ക് നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസ് ആയതുകൊണ്ടാണ് മോസ്റ്റ് പ്രോബ്ലി വി ആർ മഗിങ് തിങ്സ് അപ്പ്. Correct. അപ്പം ലൈക്ക് നമുക്കൊരു 40% അറിയാം, 60% ഇസ് മഗപ്പ്. അപ്പം ലൈക്ക് എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അത് കുറച്ചുകൂടെ ഇൻ ഡെപ്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത്
ചെയ്തുവാണെങ്കിൽ ഐ വാസ് ഗുഡ്. കാരണം എനിക്ക് അങ്ങനെ സപ്ലീസ് ഒരു 1-2 സപ്ലീസ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് ആ ഫസ്റ്റ് ഇയർ തന്നെ ഞാനത് ക്ലിയർ ചെയ്തു. ഓക്കെ. അത് ദാറ്റ് ഈസ് ബിക്കോസ് അത് കുറേ റീസൺസ് ഉണ്ട് ആ സപ്ലൈ വന്നത്. അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് ഈസ് ഓക്കെ. അതിനും ഭയങ്കര വീട്ടിൽ ഭയങ്കര പ്രഷറും ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, പപ്പ എന്തായിരിക്കും പറഞ്ഞേ? വീട്ടില് How did you tell your family? ഞാൻ ബേസിക്കലി ദ റിസൾട്ട് കെയിം ഒരു ഫസ്റ്റ് ഓഫ് ഒരു ലൈക്ക് ഐ തിങ്ക് ഇറ്റ് വാസ്, എനിക്ക് ആ ഡേ ഓർമ്മയില്ല, പക്ഷെ ഫസ്റ്റിന് വന്നു. ബട്ട് ദെൻ എനിക്ക് എങ്ങനെ പറയണം അപ്പം ലൈക്ക് നെക്സ്റ്റ് മന്തായി, ഞാൻ 3rd മന്താണ് ആ റിസൾട്ട് വന്നു, ഇതുപോലെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു കറക്റ്റ് ചെയ്ത ആളുടെ പ്രശ്നമായിരിക്കും, ഞാൻ തോക്കാനുള്ളതല്ല. അപ്പം പക്ഷേ ലൈക്ക് Okay. മനസ്സിലായി. പക്ഷെ ഓക്കെ ആയിരുന്നു, എൻ്റെ അടുത്ത് എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓ, പപ്പ ചില്ലായിരുന്നു. അല്ല കുറെ കിട്ടി, എന്നിട്ട് എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. എപ്പോഴും അടി കിട്ടുമായിരുന്നു? അടിക്കയില്ല, ബട്ട് ദെൻ ലൈക്ക് ഈ പറയുന്ന പോലെ അടീനെക്കാട്ടി വാക്കുകളാണ് വേദന കൂടുതൽ, മൂർച്ചയേറിയ വാക്കുകൾ അത് ഉപയോഗിക്കാറില്ല. അപ്പം ദാറ്റ് വാസ് മോർ പെയിൻഫുൾ. അപ്പൊ സിസ്റ്റർ എങ്ങനെ ആ സമയത്ത്? ലൈക്ക് ഐ എം ക്യൂരിയസ് ടു നോ. ഞാൻ എന്റെ മനസ്സിലൊരു ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. ലൈക്ക് ലെറ്റ്സ് ജസ്റ്റ് ഇമാജിൻ യു ഹാവ് എ ഡൈനിങ് ടേബിൾ ലൈക്ക് ദിസ് ഇൻ യുവർ ഹൗസ്. പപ്പ അപ്പുറത്തിരുന്ന് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു, ഐ ഡോണ്ട് നോ, ഹീസ് റീഡിങ് വാട്ട് എവർ ISRO സയന്റിസ്റ്റ് റീഡ് ആൻഡ് യു ആർ സിറ്റിംഗ് ദർ. ഹീസ് ടോക്കിംഗ് അബൌട്ട് നെക്സ്റ്റ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചിന് എത്ര ഫ്യൂൽ വേണം ആൻഡ് യു ആർ സെയിങ് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിൽ 2 സപ്ലൈ. ലൈക്ക് മൈ സിസ്റ്റർ വിൽ ബി സ്റ്റഡിങ്, ലൈക്ക് എല്ലാവരുടെയും മുഖത്തൊരു പുച്ഛമുണ്ട്. സോ പപ്പ വിൽ ബി പുച്ചിക്കൽ ആൻഡ് സിസ്റ്റർ ഷീൽ സ്റ്റാർട്ട് അയ്യേ ഇതൊക്കെ ചുമ്മാ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ കോളേജിലാകുമ്പം കാണാം. കാരണം ഞാൻ 2 years യങ്ങർ ആണ്. അപ്പം പക്ഷേ ലൈക്ക് പുള്ളിക്കാരി കോളേജിലായപ്പോൾ ഞാൻ ഫൈനൽ ഇയർ ആയപ്പം എല്ലാം ടോപ്പ്. അപ്പം ഞാൻ ഈ പറയുന്ന എല്ലാം അപ്പം പപ്പ തിരിച്ച് ചോദിക്കായിരുന്നു, കയറുമ്പം എന്തോ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പം ലൈക്ക് അത് എപ്പോഴും ഒരു ബാക്ക് ഫയറിങ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് ഫൺ ജേർണി, അങ്ങനെ അത് പോയി. സിസ്റ്റർ ഇതെല്ലാം പറയുമ്പോഴും ലൈക്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ അല്ലേ, ബ്രദർ ആൻഡ് സിസ്റ്റർ. ലൈക്ക് ഐ ഹാവ് എൻ എൽഡർ സിസ്റ്റർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ആണ്. എനിക്കൊന്ന് എൻ്റെ എൽഡർ സിസ്റ്റർ കൊണ്ട് തന്നെ ഷീ വാസ് മോർ ഓഫ് എ മദർ പ്ലസ് ഒരു നല്ലൊരു ഫ്രണ്ട്. ഫോർ യു ഹൗ ഇസ് ഇറ്റ്, എസ്പെഷ്യലി ദിസ് കോമ്പിനേഷൻ വെൻ ഷീ ഈസ് മോർ സ്റ്റഡീസ് ദൻ യു? യെസ്, പക്ഷേ ലൈക്ക് ദ നല്ല പാർട്ട് ലൈക്ക് ഷീ ഈസ് വെരി സപ്പോർട്ടീവ്. അപ്പം ടിൽ ടുഡേ ലൈക്ക് എന്തെങ്കിലും ലൈക്ക് പ്രശ്നം അല്ലെങ്കിൽ വിഷമം എന്തുണ്ടെങ്കിലും ലൈക്ക് ഐ ക്യാൻ കോൾ ഹർ ആൻഡ് ഷീ വിൽ ബി ഓൾവേസ് ദെയർ ഫോർ മീ. അപ്പോൾ ആ ഒരു ചേഞ്ച് ലൈക്ക് ഇനിഷ്യലി ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു, എപ്പോഴും അടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് ഇപ്പം അങ്ങോട്ടേക്കൊക്കെ ലൈക്ക് more like she's in US now and like it's been like 3-4 years she couldn't make it to my marriage because like issues ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ഐ തിങ്ക് ലൈക്ക് ആ ഒരു ഡേയ്സ് ലൈക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കുറെ. ബട്ട് ദെൻ ലൈക്ക് ഷീൽ ബി കമ്മിങ് ദിസ് ഇയർ ഹോപ്പ്ഫുള്ളി. I went to US so like I met her there. അച്ഛാ. അപ്പം ലൈക്ക് yes, her name is Jeswin. Yes. Oh, Jeswin Jensen. Yes. So what is she doing right now? She is currently she is pursuing PhD. So എനിക്ക് ഒരു 1 week മുമ്പേ വന്നിരുന്നു, ഒരു കോൾ വന്നിരുന്നു. Said she got selected ഒരു Ivy League യൂണിവേഴ്സിറ്റി കിട്ടിയെന്ന് പറഞ്ഞു. Oh, good. അപ്പം പുള്ളിക്കാരി yes exactly Papa's dream is happening. ഒരു സൈഡിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ അത് താഴേക്ക് പോകുന്നുണ്ട്. But this is such a fun thing, right? Like while a lot of people may stand outside your family and say ki അയ്യോ ആ പയ്യൻ ഇങ്ങനെ പക്ഷെ മോള് രക്ഷപ്പെട്ടു, ബട്ട് യു ആർ സോ പ്രൗഡ് അബൌട്ട് യുവർ സിസ്റ്റർ ആൻഡ് ലൈക്ക് വി ക്യാൻ ഹാവ് എ ലൈറ്റ് മൊമെന്റ് അബൌട്ട് ദാറ്റ് തിങ് ബിക്കോസ് യു ആർ ആക്ച്വലി ഹാപ്പി. നമുക്ക് മനസ്സിൽ ജലസി ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ലൈറ്റ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് മാറിപ്പോയി അല്ലേ? ആ ഫ്രെയിം വേറെ കാര്യങ്ങൾ നമ്മുടെ ചൈൽഡ്ഹുഡ് അതൊക്കെ നമ്മളപ്പോൾ നമുക്ക് ആ സപ്ലി ഫ്രെയിമിലേക്ക് വീണ്ടും തോന്നും. ബിക്കോസ് ഞാനിത് ജെൻസിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷെ സംഹൗ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഒരു അക്കാഡമിക് സെറ്റ് ബാക്ക് വരുന്നുണ്ടേ, ഓൾവേസ് ദ ഫസ്റ്റ് തിങ് പീപ്പിൾ വുഡ് സേ ഈസ് നീ പഠിക്കാഞ്ഞായിരിക്കും, അല്ലെങ്കിൽ നീ ഉഴപ്പിയതായിരിക്കും. ആൻഡ് ഈവൻ വൈൽ യു ഹാവ് ആസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ആസ് അക്കാഡമിക്കലി ടോപ്പ് നോച്ച് പീപ്പിൾ ലൈക്ക് യുവർ ഫാദർ ഹു ഇസ് എ സയന്റിസ്റ്റ്, no one is actually thinking about what happened. Are you actually fine? Exactly. അത് തോന്നിയായിരുന്നു? യെസ്, കാരണം എനിക്ക് തോന്നുന്നു either way ലൈക്ക് ഞാൻ ആ ഫസ്റ്റ് ഇയർ തന്നെ അത് എഴുതിയെടുത്തു. അപ്പോൾ എനിക്കത് വലിയ ചലഞ്ച് ഇല്ല. ബട്ട് ദെൻ ലൈക്ക് ഐ തോട്ട് ലൈക്ക് സേ സംബഡി ഓക്കെ ഇത് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ഒന്ന് പ്രോപ്പറായിട്ട് പോയിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ഗിവൻ മീ മോർ കോൺഫിഡൻസ്. ആ ഒരു പേടി മാറി, ലൈക്ക് ഐ വുഡ് ഹാവ് ഡൺ ബെറ്റർ. ഈവൻ ഞാനിപ്പം ലൈക്ക് ഡോട്ട് സ്പേസിൽ അജയ് സാറിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അജയ് സാറിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം, ഹീൽ സേ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ മതി. വാട്ട് എവർ ബി ഇറ്റ്, നമ്മൾ ലൈക്ക് 1000 rupees സ്റ്റാമ്പ് പേപ്പർ ലൈക്ക് കീറിക്കളഞ്ഞു, ഓക്കെ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് പൈസ കുറെ മിസ്സായി, ലൈക്ക് അടുത്ത മാസം ശമ്പളം ഇല്ല അജയ് സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ലൈക്ക് നമ്മൾ റെന്റ് കുറച്ച് ട്രാക്ക് ചെയ്യാൻ മറന്നുപോയി, 40,000-50,000 കുഴപ്പമില്ല, ട്രൈ ചെയ്യ് ആൻഡ് ലൈക്ക് കിട്ടാമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഐ തിങ്ക് ആ ഒരു ഇത് കാരണമാണ് ഇപ്പോഴും നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. കറക്റ്റ്. ഓക്കെ, അപ്പം നെഗറ്റീവ്
കൊണ്ടുവരാതെ പോസിറ്റീവ് കൊണ്ടുവന്ന ആൾക്കാരുടെ ലൈഫ് ബെറ്റർ ആവും എന്ന് എൻ്റെ ഒരു പേഴ്സണൽ. I agree. So, engineering first year, if you don't mind me asking, like, was it, and the reason why I'm asking it is, I know where you're right now. I know the kind of personality you hold. For someone like that to have an academic issue in your first year, I'm assuming, was it an academic shock? Engineering? More like a relationship story. Okay. But then I don't want to bring that up. Of course. But then like, I didn't, അപ്പം എനിക്ക് ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ പഠിക്കാനുള്ള ആ ഒരു കാര്യം ഒന്നും വന്നില്ല. സോ ലൈക്ക് എനിക്ക് പരീക്ഷ ആണെന്നറിയാം, ബട്ട് ദെൻ ഐ കുഡന്റ് സ്റ്റഡി. Okay. So basically I slept, I cried. അപ്പം അങ്ങനെ ആ ഒരു ഇതിലേക്ക്. I can't even imagine Jensen actually ഇങ്ങനെ കരഞ്ഞുണ്ടൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന അതാണ്, ആ ഒരു നെഗറ്റീവ്സ് ഞാൻ നമ്മളിപ്പം എവിടെ എത്തി. ഇപ്പം ഐ എം ലൈക്ക് ബെറ്റർ ആസ് എ ഹ്യൂമൻ ബീങ്. ആ ഒരു സ്റ്റെപ്പ്, അങ്ങനത്തെ കാര്യം അതെല്ലാം ഒരു ക്ലൈംബിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്ന പോലെ ആ ഒരു ഫേസിലേക്കുള്ള ഒരു നല്ല ലേണിംഗ് കർവ്. കറക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. സോ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു. While you're going through your engineering, did you find someone who actually opened up your eyes and was like, what are you doing here? ഞാൻ ഈ പറഞ്ഞ പോലെ there is like I used to follow, ഇങ്ങനെ കുറെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നു. മോർ ലൈക്ക് എനിക്ക് അറിയുമെന്ന് അറിയില്ല, ലൈക്ക് ഫിലിം സ്റ്റാർസും ലൈക്ക് ജോർജ് ക്ലൂണി, അവരെയൊക്കെ ലൈക്ക് അപ്പം അവരൊക്കെ വന്ന വഴി ഇസ് ലൈക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് ആ ഒരു ഫേസിൽ നിന്ന് അങ്ങനെ എത്തിയത്. അപ്പം മോർ ലൈക്ക് ഈ വി സ്റ്റഡി, ബട്ട് ദെൻ ലൈക്ക് നമുക്ക് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റഡീസിന് നമുക്കൊരു, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടെന്ന്. സോ വൺസ് യു ഡു ബിസിനസ് ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഗെയിം. അപ്പം ലൈക്ക് ആ ഒരു ഹാർഡ്ഷിപ്സ് അവരുടെ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ സ്റ്റോറി, കുറേ പേരുടെ സ്റ്റോറി എന്നെ അങ്ങനെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് എൻ്റെ ഒരു സാച്ചുറേഷൻ ഹിറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പേടിയിൽ നിന്നാണ് ഞാൻ ഇന്നിപ്പം ഇവിടെ ഡോട്ട് സ്പേസിൻ്റെ ആയിട്ടും ഈ എയർബിഎൻബിസ് ആയിട്ടും എൻ്റെ ഒരു സ്വന്തം വെഞ്ചേഴ്സ് ആയിട്ടും ആ പേടിയിൽ നിന്നാണ് ആക്ച്വലി ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഡ്യൂറിങ് എഞ്ചിനീയറിംഗ് ഡിഡ് യു ഡെവലപ്പ് എനി ഗുഡ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ്? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? യെസ്. പക്ഷേ ലൈക്ക് ദ സാഡ് പാർട്ട് ഇസ് എല്ലാവരും പുറത്തായി. ആൻഡ് ലൈക്ക് ഞങ്ങളുടെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വേറെ കൺട്രീസിൽ പോയി പഠിക്കാം അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രോങ് ആയത്. ബട്ട് ദെൻ ലൈക്ക് ദേ കം എവറി 2 years or 1 year ഒക്കെ ആകുമ്പം വി മീറ്റ്. എല്ലാവരും വരും, എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ ദേ കം ബൈ. അപ്പം ലൈക്ക് വി മീറ്റ്. Who is that one guy who you just ring up and say, അളിയ പൈസയ്ക്ക് ആവശ്യമുണ്ട്? ലൈക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാവരും വിളിക്കും. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പം ഇഫ് യു നോ മീ ലൈക്ക് സോണിക്ക് അറിയായിരിക്കും, ലൈക്ക് ഞാൻ ഒന്ന് ഇതായി കഴിഞ്ഞാൽ ലൈക്ക് എന്തുണ്ടെങ്കിലും ഐ വിൽ കോൾ യു. യെസ്. അപ്പം അങ്ങനത്തെ ഞാൻ എല്ലാവരുമായിട്ട് ഇപ്പം ഇൻ ടച്ച് ആണ്. അങ്ങനെ തോന്നില്ല. ആൻഡ് ദാറ്റ് ആക്ച്വലി ബ്രിങ്സ് ടു എ വെരി ഗുഡ് ടോപ്പിക്, ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഇൻ പാർട്ട് ടു പിക്ക് വി ആർ ഗോയിങ് ടു ഡു എ സെപ്പറേറ്റ് സെഗ്മെന്റ് ഓൺ ഇറ്റ് സെൽഫ്. How people have this trend now of going overseas and everything, because അതൊരു വലിയൊരു ട്രെൻഡ് ആണ് ഇപ്പൊ അല്ലേ? ഐ തിങ്ക് ഇപ്പം ഇറ്റ് ഈസ് ഡൈയിങ് ഡൗൺ. എല്ലാവരും തിരിച്ചു വരാനുള്ളൊരു പ്ലാനിലായി. കറക്റ്റ്. ഞാനതിൽ എൻ്റെ സൈഡിൽ നിന്ന് തോന്നിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആണ് ഈ പുറത്തു പോകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നൊരു കാര്യം. ട്രൂ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു നമ്മുടെ ജോബ് മാർക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ലൈക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാലും വാട്ട് ഈസ് ദ ആവറേജ് പേ യു ഗെറ്റ്? ലൈക്ക് 15K ലൈക്ക് പെർ മന്ത്. അപ്പം അതിന് ലൈക്ക് എല്ലാവരും നോക്കുന്നത് ഒരു ബെറ്റർ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഐ തിങ്ക് ദാറ്റ് ആഡ്സ് അപ്പ്. ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോറീസും ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു സ്ട്രഗിളും എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്തും ജെൻസിൻ ലൈക്ക് വാട്ട് ഐ ഫൗണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് ഇസ് ബിക്കോസ് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഞാനും എൻ്റർ ചെയ്തു ഫോർ ഹയറിംഗ്, ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ആക്ച്വലി ഹയറിംഗ് ഇൻ എൻ ഇന്ത്യ മാർക്കറ്റ്. ഐ ഹവ് നെവർ വർക്ക്ഡ്. ഞാൻ ഇന്ത്യയിൽ ഒരിക്കലും ഇന്ത്യൻ കമ്പനി അങ്ങനെയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഐ ബീൻ ഓൾവേസ് വർക്കിംഗ് വിത്ത് ഫോറിൻ ക്ലയൻസ് ഓർ ഓവർസീസ് ക്ലയൻസ്. സോ ഇവിടെയും ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് പെയ്ഡ് very high amounts. Like we are sitting near to Technopark Phase 3, and there's literally one guy that I tried to hire. He's right now getting 50 lakhs ka package. Great. 50 LPA in Trivandrum city. I'm like, very good. That guy Amazing. Is correct. After his taxes, he's living the life of a king. Correct. ഞാൻ ഇപ്പം അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സാലറി ഡ്രോ ചെയ്ത് മെൽബണിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ എപ്പോഴും ബാസ്ക്കറ്റ് എടുത്ത് ഈ കോൾസ് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഓരോ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് മനസ്സിനൊന്ന് ചിന്തിക്കും. ബ്രോക്കലിക്ക് $15-20 ആവും. $20 വരുന്നേക്ക് $1000. ഓക്കെ, ഈവൻ ആഫ്റ്റർ ലൈക്ക് ഓൾമോസ്റ്റ് എ ഡെക്കേഡ് ഇൻ ദർ നമ്മളത് കംഫർട്ടബിൾ ആകത്തില്ല, നമ്മളത് എടുത്ത് തിരിച്ചു വെക്കും. അതേസമയം ഇവിടെ ആണെങ്കിൽ ഈവൻ ഇഫ് യു ഗെറ്റ് ലൈക്ക് 4-5-6 lakhs പാക്കേജ് നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ട് നമ്മൾ ജീവിക്കും അല്ലേ? So somewhere I still believe, and I'm also trying to explore, so I can't make a comment on it, is job is there somewhere. Like there is a job market. Correct. But
നമ്മളെന്തോ ഐദർ വി ആർ നോട്ട് സ്കിൽഡ് ഇനഫ് ടു ബി ഇൻ ദാറ്റ് ജോബ് ദാറ്റ് മാർക്കറ്റ്. ഇസ് മൈ പോയിന്റ്. ഈവൻ ലൈക്ക് ഞാനും ഡോട്ട് സ്പേസിന് വേണ്ടി ഹയർ ചെയ്യുവാണ്. അപ്പം ലൈക്ക് ഈ ഒരു ഹയറിംഗിന്റെ പ്രോസസ്സിൽ വി ഗെറ്റ് അറൌണ്ട് 100-120 ആപ്ലിക്കേഷൻ ആൻഡ് വി ഹാവ് ടു ഫിൽട്ടർ. അപ്പം വൺസ് വി ഫിൽട്ടർ വി സ്റ്റാർട്ട് ഫിൽറ്ററിങ്. അപ്പം സി വി കാണുമ്പോൾ തന്നെ ലൈക്ക് പുവർ സി വിസ് ഫസ്റ്റ് നല്ല സ്കിൽസ് ആയിരിക്കും, ബട്ട് ദെൻ പുവർ സി വിസ് ഔട്ട്. പിന്നെ ലൈക്ക് വി ഹാവ് ഒരു 10-30 പേരെ ലൈക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വിൽ സ്റ്റാർട്ട് ഇന്റർവ്യൂയിങ്. അപ്പം ലൈക്ക് ആൾക്കാർ സംസാരിക്കുമ്പം ദേ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്, Correct. ലാംഗ്വേജ് അത്ര പ്രോപ്പർ അല്ല, പിന്നെ ലൈക്ക് ദ വേ ദേ പ്രസന്റ് ദംസെൽഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. പേഴ്സണലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലെല്ലാം വി മൈറ്റ് ബി ഗുഡ്, ബട്ട് ദെൻ ലൈക്ക് ദർ ആർ സർട്ടൻ ക്വാളിറ്റീസ് വി നീഡ് ടു ഡെവലപ്പ്. ലൈക്ക് എപ്പോഴും ഞാൻ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം പറയുന്നത് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി ഗുഡ്. Correct. ആൻഡ് ലൈക്ക് ഹ്യൂമിലിറ്റി, എല്ലാവരെയും കാണുമ്പോഴും ബി ഹംബിൾ. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് ദ വേ യു പ്രസന്റ് യുവർ സെൽഫ്, ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ബാക്കി ഈവൻ ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനും ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗുഡ് ക്വാളിഫിക്കേഷൻ ഓർ അങ്ങനത്തെ കാര്യങ്ങളില്ലെങ്കിൽ ദ വേ യു ഡ്രസ് അപ്പ് ആൻഡ് യുവർ ലാംഗ്വേജ് ആൻഡ് ദ വേ യു പ്രസന്റ് യുവർ സെൽഫ്. അത് ഭയങ്കര ഇതാണ്. ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇപ്പം ഈ സീരീസിന് കാര്യം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിക്കുമായിരുന്നു. ദർ ഇസ് എ വെരി ഗുഡ് തിങ്, ദർ ഇസ് എ വെരി ഗുഡ് സിനാരിയോ ദാറ്റ് ഹാപ്പൻ വിത്ത് അസ് വിതൗട്ട് നെയിമിങ് നെയിംസ് ഓർ എനിത്തിങ്. ബട്ട് നമ്മൾ നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഗ്രാഡ്സിനെ ഹയർ ചെയ്യണം. അപ്പം വൺ ഓഫ് ദ സീരീസ് റിയലി കോട്ട് അവർ ഐസ്, ബിക്കോസ് ഞങ്ങൾക്ക് വേണ്ടി എക്സാക്ട് ഡേറ്റ അനലിറ്റിക്സിനാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എക്സാക്ട് സ്കിൽ സെറ്റ്സ് ലൈക്ക് ആർ അറിയാം, SQL അറിയാം, എല്ലാം അറിയാം. ആൻഡ് ദെൻ ദ പർട്ടിക്കുലർ പേഴ്സൺ കംസ് ഇൻ ഫോർ ദ ഇൻ്റർവ്യൂ ആൻഡ് ലിറ്ററലി നമുക്ക് ഈ കാൻഡിഡേറ്റ് ഏകദേശം ഈ സി വിയിൽ എഴുതിയേക്കുന്നതിൽ ഒരു 85% ഈ കാൻഡിഡേറ്റിന് അറിയാമെങ്കിൽ വി ആർ ഗോയിങ് ടു ഓഫർ. ആ ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പോഡ്കാസ്റ്റിനൊക്കെ PR മനീഷും ഉണ്ട്. സോ വി ആർ സിറ്റിംഗ് ഇൻ ദ റൂം. നമ്മൾ സി വി എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. ആൻഡ് ഐ എം ആക്ച്വലി ലൈക്ക്, ബിക്കോസ് ഞങ്ങൾ ഹയർ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല നല്ല ആൾക്കാരെ. സോ ഐ തിങ്ക് ഐ ഈവൻ ഹാഡ് ദിസ് കോൺവെർസേഷൻ വിത്ത് യു, ഞങ്ങൾക്ക് നല്ല റിസോഴ്സിനെ കിട്ടുന്നില്ല. സോ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് എന്തോ ഈ സി വിയും ആളുമായിട്ട് ഒട്ടും മാച്ച് ആവുന്നില്ല. സംസാരിച്ചു വന്നാൽ ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ മേഡ് അപ്പ് സ്റ്റോറി, മനീഷ് വിൽ വാച്ച് ഫോർ ദിസ് വൺ. ഞാൻ ചോദിച്ചു, അപ്പം ഷീ ഹാസ് റിട്ടൺ that person has written advanced skills in advanced certification in R. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, സോ what have you used R for? Have you done much of coding in R? Like what have you done with R? And that person is just giving me a blank stare. And ഞാൻ ചോദിച്ചു, and I'm like, maybe, I didn't, because ചില സമയത്ത് ഞാൻ എൻ്റെ തോട്ട്സ് പോലെയാണ് ഞാൻ പെട്ടെന്ന് സംസാരിച്ചു പോകും, സ്പീഡിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ മനീഷിനെ നോക്കിയിട്ട് പറഞ്ഞു, മേ ബി യു ജസ്റ്റ് ട്രൈഡ്. മനീഷ് പറഞ്ഞു, CV എടുത്ത് ഫ്രണ്ട് വെച്ചിട്ട് പറഞ്ഞു, you have a certification in R. And ആ പേഴ്സണ് മുഖത്ത് എക്സ്പ്രഷൻ ഇല്ല. പുള്ളിക്കാരത്തെ CV മേടിച്ചിട്ട് ആറോ. എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം ഇന്റർവ്യൂസിന് നമ്മൾ ആ സ്പെസിഫിക് ജോബ് റോൾ ഇട്ടില്ലേ, കുറെ ആൾക്കാർ അത് നമ്മുടെ ആ CV യിലേക്ക് ആഡ് ചെയ്യും, കുറച്ച് മാച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇത് അതിനേക്കാളും നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ആൻഡ് ദെൻ ഷീ ഹാസ് നോ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പോഴത്തേക്ക് മനീഷ് ലാപ്ടോപ്പ് തിരിച്ചിട്ട് പറഞ്ഞു, ലിങ്ക്ഡിനിലും ഇതിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഹിറ്റ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് വൺ ഓഫ് ദെയർ അലുമിനീസ് ഇസ് റണ്ണിങ് എ സർട്ടിഫിക്കേഷൻ കമ്പനി. പുള്ളി ഈ പറയുന്ന കോളേജിൽ വന്നിട്ട് ഒരു 2 മണിക്കൂറിന്റെ സെഷൻ എടുത്തു. ആ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് എടുത്തു. വെറും സർട്ടിഫിക്കറ്റ് അല്ല, അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ ഇൻ R and Excel. ആൻഡ് ആ CV ലിറ്ററലി, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രാഡ്, യു ഓൺലി ഹാവ് എ 1-page CV. അതിൽ ഏകദേശം ഒരു നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ഈ ഒരു സ്കില്ല് കൊടുത്തേക്കുക. സോ ആസ് യു സെഡ്, ലൈക്ക് നമ്മൾ ഈ ഒരു ഹയറിംഗ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഹയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ആ CV. അതിൻ്റെ അകത്ത് ഞങ്ങൾ കണ്ടാണ്, ഞങ്ങളിപ്പം ഗ്രാഡ് സ്കൂൾസിൽ പോയി ഹയർ ചെയ്യുന്നുണ്ട്. ഇഫ് വി ഗെറ്റ് 20 people ഫ്രം ദ സെയിം കോളേജ്, എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, എല്ലാവർക്കും ടൈം മാനേജ്മെന്റ് സ്കിൽസ് കാണും, എല്ലാവർക്കും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഞാനത് നോക്കാറില്ല. ദാറ്റ് ഈസ് മോർ ലൈക്ക് ഒരു എല്ലാവരും കോമൺ കുറെ കാര്യങ്ങൾ കാണും. എക്സാക്ട്ലി. പക്ഷെ അതൊക്കെ ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നതാണ്, നിങ്ങൾ ഒരു ഇപ്പം ജോബ് മാർക്കറ്റിൽ ഒരു ജോബ് തപ്പുന്ന ഒരാളാണ് ഞാൻ, ഹൂവർ ഇസ് ലിസ്ണിംഗ് ടു ദിസ് ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു ഫൈൻഡ് എ ജോബ്, ഞാൻ പറയുന്ന കാര്യമാണ്, ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ ഈ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചേക്കാണ്. നമ്മൾ ലിറ്ററലി നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ് ആ റെസ്യൂമെ. ആ റെസ്യൂമിൽ യു ഷുഡ് ബി പുട്ടിംഗ് ദ മോസ്റ്റ് അബ്സല്യൂട്ട് ഫൺ തിങ്സ് അബൌട്ട് യുവർ സെൽഫ്. ലൈക്ക് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. ഇപ്പം നമ്മുടെ കമ്പനിയെക്കുറിച്ച് നോക്കാൻ നമ്മുടെ കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരും. എക്സാക്ട്ലി, അതാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു ഇഷ്യൂ. ലൈക്ക് എല്ലാവരും ഡോട്ട് സ്പേസിലേക്ക് ഇന്റർവ്യൂവിന് വരും, പക്ഷെ ഡോട്ട് സ്പേസ് എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ലൈക്ക് ദേ ബ്ലാങ്ക്. What is the most weird thing people have said that Dot Space does? ലൈക്ക് മീറ്റിംഗ് റൂംസ് കൊടുക്കുന്ന എന്തോ കമ്പനിയാണ്.
ലൈക്ക് അങ്ങനെ എന്തൊക്കെയായിരുന്നു ലൈക്ക് അത്രേ വന്നുള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ വിചാരിച്ചു കുറെ മറ്റേ പേര് ലൈക്ക് ഫ്രണ്ട് എനിക്ക് അറിയില്ല, ആ. ഞാൻ ജസ്റ്റ് ഇത് കണ്ടു അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തു. ആ സീനിയർ ഉണ്ട്. നമ്മുടെ ഇതിനകത്തും വന്നിട്ട് ചില കാൻഡിഡേറ്റ്സ് വന്നിട്ട് ഞാൻ സിനിമയിൽ കഥ എഴുതാൻ വേണ്ടി ഇരിക്കും ലിറ്ററലി ലൈക്ക്. ആൻഡ് ഞാനിപ്പം ഇവിടെ കോളേജിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങ് വന്നു. ആൻഡ് ഐം ലൈക്ക് ഗുഡ് ഓൺ യു. ഞാനൊരു ശനിയാഴ്ച ദിവസം ഇവിടെ എഫേർട്ട് എടുത്ത് ഇന്റർവ്യൂ ഇരിക്കുവാണ്. ആൻഡ് ദിസ് ഇസ് വാട്ട് യു ആർ ടെല്ലിങ് മീ. കറക്റ്റ്. സോ ഇതാണ് ഞാൻ പറയുന്നത്, ലൈക്ക് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ ജോബ്സ് ഇല്ലെന്ന് പറയുമ്പോഴും നമ്മളൊരു ജോബ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. കറക്റ്റ്. അത് കാരണം ലൈക്ക് നമ്മളും കുറച്ച് കഴിയുമ്പോൾ മടുക്കും. സോ ലൈക്ക് ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മളും ആക്ച്വലി ഓക്കെ എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരെ മീറ്റ് ചെയ്യണം. അത് ഭയങ്കര സത്യമാണ് ജെൻസൻ. ബിക്കോസ് ഞാൻ ഇവിടെ വന്നിട്ട് മേ ബി ഓൾമോസ്റ്റ് 2.5 years മുമ്പേ ആയിരിക്കും ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അന്ന് എനിക്ക് ഫസ്റ്റ് കോളേജിൽ പോയി ഞാൻ നടത്തിയ പ്രസന്റേഷൻ്റെ എനർജി എനിക്ക് വേറെ ഒരു കോളേജിൽ വന്നിട്ടില്ല. ബിക്കോസ് ഐ എം സ്റ്റാൻഡിങ് ദർ ആൻഡ് ഐ എം ആക്ച്വലി സീയിങ് മൈസെൽഫ്. ബിക്കോസ് ഞാൻ ഒരു ഇപ്പം നിങ്ങളുടെ അത്രയും പ്രസ്റ്റീജിയസ് അല്ലാത്ത ഒരു IHRD കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ കോളേജിൽ ഇൻഫോസിസിൻ്റെയും USTയുടെയും TCSൻ്റെ ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഐ യൂസ് ടു ബി വെരി സർപ്രൈസ്ഡ് ബൈ ഹൗ എനർജറ്റിക് ദേ ആർ. പക്ഷെ അപ്പോഴും ദേ ഡോണ്ട് ഗിവ് ദെയർ കോൺടാക്ട്സ് ഔട്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഒന്നും ഒരു കോൺടാക്ട് ഇല്ലായിരുന്നു. ബട്ട് ദെൻ ഐ എം ഗോയിങ് ടു ദിസ് കോളേജ് ആൻഡ് ഐ എം ലൈക്ക്, if you're interested, I'm genuinely ready to have a conversation. I want to learn more about you, as you said, because I'm also trying to learn from the new generation, right? പക്ഷേ they are like fully blank. അവർക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കുന്നില്ല. ആൻഡ് ദെൻ അപ്പം ഓരോ എക്സ്പീരിയൻസ് കഴിയും തോറും മൈ എനർജി ലെവൽ ഇസ് ഓൾസോ ലൈക്ക് ഞാൻ ഒരു 100-110 നിന്ന് അവിടെ ചെന്ന് എല്ലാവരോടും come on guys, what's happening, ഞാൻ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരാം. Like I try to do that, like wherein I'm like try to prove yourself out of technical skills, and if you do that, spotlight, I will give you an offer. Like literally I will give you a job, just come and work with us. College graduation ആ ഒരു ഇതും ഭയങ്കരമായിരിക്കും. Like you have to filter around 100-120 people. Correct. നമ്മൾ ആ ഒരു ലൈക്ക് ഇപ്പം ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പോയ സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു 50 ആൾക്കാരുണ്ടെങ്കിൽ I would say I'll just ask you 3 questions. Answer 2 of them, I will literally give you a spot offer. And അത് പറയുമ്പോഴത്തേക്ക് what would you assume? Like 50 people, they would like, വാ ഇത് ഒരു ട്രൈ നോക്കണം. ബട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്നെ വിളിക്കരുത്, എന്നോട് ചോദിക്കരുത്. കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്. അതാണ്. അല്ല, എനിക്കും അത് ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റും. ഞാനും ആ ഒരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് പക്ഷേ ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ട്രാവൽ ചെയ്തു, ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്തു, അങ്ങനത്തെ ഇതിൽ നിന്നാണ് നമ്മൾ ആ ഒരു ചേഞ്ച് വന്നത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ സ്കൂൾ ഡേയ്സും കോളേജ് ഡേയ്സ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം സോണിയോട് സംസാരിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് അന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി. ഐ ക്യാൻ റിലേറ്റ് ആ ഒരു കാര്യം, ആ ഒരു ഡിലേ വരുന്നത്. പക്ഷേ and maybe we are going very off topic, but this is very important part of it also, right? ഇപ്പം നമ്മൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് 14 years of schooling. LKG, UKG, and then you have got 12 grades coming after that. So 14 plus 4, 18 years. ഈ 18 yearsൽ I don't know if KV has something like that. At no point was I taught about financial independence. No. Correct? At no point I was taught about how to respect your opposite gender or your fellow beings. To be fair, I don't actually care if it is a he, she, them, they. We should respect everyone. Correct. Our respect ഇല്ല, അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല, അതുമില്ല. ബേസിക് എറ്റിക്കറ്റ്, ബേസിക് എറ്റിക്കറ്റ് നമുക്ക് ഓഫീസ് സ്പേസസ്, ഈവൻ വി മാനേജ് അറൌണ്ട് 12 സെന്റേഴ്സ്. അപ്പം ലൈക്ക് കോർപ്പറേറ്റ്സ് ഉണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഇതുണ്ട്. അപ്പം ലൈക്ക് വി ആർ ഡീലിംഗ് വിത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലയൻസ്. ആൻഡ് നമ്മൾ ഈ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം സാഡ്ലി കുറേ ആൾക്കാർക്ക് ആ ബേസിക് എറ്റിക്കറ്റ് അറിയുന്നില്ല. അപ്പം ലൈക്ക് ഞാൻ എപ്പോഴും സ്കൂളിലെ എനിക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ കൊള്ളാം. ഫിനാൻഷ്യൽ ഫ്രീഡം, ബേസിക് എറ്റിക്കറ്റ്, civic sense. സിവിക് സെൻസ്, എക്സാക്ട്ലി. Civic sense is such a big thing, right? Like നമ്മള് ലൈക്ക് ഇപ്പോൾ എനിക്കൊന്ന് നമ്മളിവിടെ ഇരുന്നപ്പോഴും നമ്മൾ സംസാരിക്കാൻ തൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് അതെന്തുകൊണ്ട് ശരിയാക്കുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡ് പ്ലസ് ഞാൻ മെൽബണിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അവിടെ എല്ലാം ബ്യൂട്ടിഫുള്ളായി കിടക്കുന്നതിൻ്റെ വലിയൊരു റീസൺ അവിടുത്തെ ഗവൺമെൻറ് അല്ല, അവിടുത്തെ ആൾക്കാരാണ്. ആൻഡ് ദ ഫൺ തിങ് ഇസ് മെജോറിറ്റി ഓഫ് ദം ഇസ് നൗ ഇന്ത്യൻസ്. ആൻഡ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ക്ലീൻ ആക്കി വെക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് നമ്മൾ ചെയ്തില്ലെങ്കിൽ കൗൺസിൽ നമുക്ക് ഫൈൻ അടിക്കും. I've seen that. എനിക്കൊന്ന് യുഎസിൽ you have to maintain the green patch. എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ you will get fine. And garbage days ഉണ്ട്, അപ്പം Exactly. എല്ലാം സോർട്ട് ചെയ്യണം. അത് സോർട്ട് ചെയ്ത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. ആൻഡ് ഈവൻ ആ ഫെൻസിന്റെ അകത്ത് നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമ്പോൾ കാണുമല്ലോ, വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് ഗ്രെയിൻ ഏരിയ നമ്മളൊക്കെ ഇപ്പം അത് മിമിക് ചെയ്ത് ഇവിടുത്തെ ഇതിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പുല്ല്. കേരളത്തിൽ പുല്ലില്ലാത്ത പോലാണ് വെച്ച് പിടിപ്പിച്ച പുല്ല് വെക്കുന്നത്. ആ പുല്ല് നമ്മൾ ട്രിം ചെയ്ത് വെക്കണം. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ട്രിംഡ് ഓൾസോ യു വിൽ ഗെറ്റ് എ ഫൈൻ. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി,
ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു ഡ്രെയിനേജ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് യൂസ് ചെയ്യുന്ന വെള്ളം പോകാനല്ല, ഈ കടയിലെ വേസ്റ്റ് മുഴുവൻ ഇട്ട് കത്തിക്കാനായിരിക്കും. അടുത്ത വട്ടത്തെ മഴ വരും, വെള്ളം അവിടെ വന്ന് തങ്ങും, റോഡിലോട്ട് ചാടും. അവിടെ നിൽക്കുന്നവൻ്റെ ആൾക്കാർ പറയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്. സോ ഗോയിങ് ബാക്ക് ടു വാട്ട് യു ആർ സെയിങ് ബിഫോർ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ബേസിക് റെസ്പെക്ട്, ലൈക്ക് ഫോർഗെറ്റ് ജെൻഡർ, ബേസിക് റെസ്പെക്ട് ടു യുവർ ഫെലോ ബീങ്സ് ആൻഡ് സിവിക് സെൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിട്ടില്ലേ? എക്സാക്ട്ലി. ആൻഡ് ഇത് നമ്മൾ ഈവൻ വെൻ ലൈക്ക് ഐ വിൽ കമ്പയർ മൈസെൽഫ് ടു ബി എ യങ് പേഴ്സൺ, ഈവൻ വെൻ വി ആർ യങ് ആൻഡ് ആസ് യു സെഡ് ഞങ്ങളും കോ വർക്കിംഗ് സ്പേസിൽ വർക്ക് ചെയ്യുന്നതാണ്, ഞങ്ങൾ ടെക്നോ പാർക്ക് കാണുന്നതാണ്. നോട്ട് എവ്രി വൺ റെസ്പെക്ട്സ് ദാറ്റ്. ലൈക്ക് ആ ഒരു ബേസിക് സെൻസ് നമ്മൾ എത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം നോക്കി. പക്ഷെ അതൊക്കെ മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ വെളിയിലും പോയി നശിപ്പിക്കാൻ തുടങ്ങി. ട്രൂ. എല്ലായിടത്തും ഈ പ്രശ്നമായി തുടങ്ങി, എല്ലാവരും തിരിച്ച് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ വി വർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ഹൗ പീപ്പിൾ ഫീൽ വി ഡോണ്ട് ഹാവ് ജോബ്സ് ഹിയർ. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ശരിയാണ്, ചിലപ്പം റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജോബ് കുറവായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ്, 1 ബില്യൺ പോപ്പുലേഷൻ പ്ലസ് ഇന്ത്യയിൽ ഇന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റ്, ബിസിനസ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആ 1 ബില്യന് വേണ്ടിയാണ്. ഓസ്ട്രേലിയ ഈസ് മേ ബി ലൈക്ക് 2% ഓഫ് ദാറ്റ് പോപ്പുലേഷൻ ഓർ വാട്ട് എവർ പെർസെൻറ്റേജ് ഇറ്റ് ഇസ്. ഇറ്റ്സ് എ വെരി സ്മോൾ റേഷ്യോ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ എന്തായാലും അവിടെ നടക്കുന്ന ബിസിനസ് അത്രയും ചെറുതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ചെയ്യുന്ന ജോലിയും കുറവായിരിക്കും. സോ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ കി ഇത്രയും വലിയൊരു മാർക്കറ്റ് ജോലി കിട്ടാത്ത ഒരാൾ ഒരു ചെറിയൊരു എക്കണോമി പോയിട്ട് അവിടെ ജോലി കണ്ടെത്താൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, സെയിം തിങ്സ്, സിവിക് സെൻസ്, അതാ ലൈക്ക് ലാംഗ്വേജ്, പേഴ്സണാലിറ്റി, ഹ്യൂമിലിറ്റി, ആ കാര്യങ്ങൾ ആഡപ്പ് ചെയ്യുമ്പം ആൻഡ് ദേ ഹാവ് സ്കിൽസ്. ലൈക്ക് നമ്മളിവിടെ പഠിക്കുന്ന പോലെയല്ല, മഗപ്പ് ചെയ്യുമല്ല, ദേ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. എനിക്ക് അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഇതും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മോർ ലൈക്ക് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് തന്നെ യു ക്യാൻ റിലേറ്റ്. ഓക്കെ, ഈ കാര്യം നമ്മളിപ്പോൾ കാണുന്നു, നമുക്കപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ബി ദെയർ ഇൻ യുവർ മൈൻഡ് ഫോർ എവർ. ബട്ട് ദെൻ ലൈക്ക് വൺസ് യു സ്റ്റാർട്ട് മഗിങ് അപ്പ്, എക്സാംസിന് അത് കഴിഞ്ഞ ദാറ്റ് ഇസ് ഡൺ, യു നെവർ റിമെമ്പർ. So being a hiring manager now, if you are to hire someone, what do you advise, or what would be your ideal candidate? So നമ്മുടെ ഒരു ലൈക്ക് ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിൽ അല്ല, വി ആർ മോർ ഇൻ ടു മാനേജ്മെന്റ് സൈഡ് ഓഫ്. സോ വീൽ ബേസിക്കലി our admins or facility managers or relationship managers, they'll be dealing with different type of clients. അപ്പം ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ്, സ്റ്റാർട്ടപ്സ്, മിഡ് ലെവൽ കമ്പനീസ്, അപ്പം ഇവരെല്ലാം ഡീൽ ചെയ്യുമ്പം വാട്ട് വി എക്സ്പെക്ട് ഫ്രം ദം ഇസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഹൗ ദേ പ്രസന്റ് ദംസെൽസ്. ബിക്കോസ് ലൈക്ക് ഇപ്പം ഈ ഒരു കഴക്കൂട്ടം അങ്ങനെയാണെങ്കിലും, ഡോട്ട് ഫേസ് കഴക്കൂട്ടം, ദാറ്റ് ഇസ് എ സിംഗിൾ എൻറ്റിറ്റി. ആൻഡ് once you have a relationship manager here, that he is the face of Dotspace, she is the face of Dotspace. അപ്പം നമ്മൾ ആ ഒരു certain ഇത് എക്സ്പെക്ട് ചെയ്യും അവരിൽ നിന്ന്. പ്രോപ്പർ ഡ്രസ്സപ്പ്, പ്രോപ്പർ ലാംഗ്വേജ്, ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ക്ലയൻസിൻ്റെയും ലൈക്ക് വാട്ട് ഡു യു സേ, പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യണം, ലൈക്ക് അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ. ദാറ്റ് ഇസ് വാട്ട് വി ലുക്ക് ഇൻ ടു. ആൻഡ് ലൈക്ക് ഗ്രാജുവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ദാറ്റ് ഇസ് നോട്ട് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സൈഡ് ആയതുകൊണ്ട് വി concentrate more on that quality. Our quality. Perfect. Now, നമ്മൾ കുറേ ഇങ്ങനെ വഴി അറിയിപ്പോയിട്ടുണ്ട്, but it is good also, right? The benefit of being in a podcast and not an interview is we have the space to talk about these things, and these are things which people like us should be talking. Because നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും നമ്മളും അതിൻ്റെ പാർട്ടാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. So now മാർ ബസേലിയോസ് കഴിയാറായി. പപ്പ വീണ്ടും പറയാണ്, അത് കഴിഞ്ഞിട്ട് ISR അത് നെപ്പോട്ടിസം ആയിരുന്നു. ലൈക്ക് ഐ വിൽ സേ, ഞാൻ ഡിനൈ ചെയ്യുന്നില്ല, അപ്പർ ഹാൻഡ്സ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് ഞാൻ ആ സമയത്ത് ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോയായിരുന്നു. ഓക്കെ, അപ്പം ടെക്നിക്കൽ സൈഡ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു. ഓൾസോ ലൈക്ക് ഐ ഡിഡ് മൈ പ്രോജക്റ്റ് ഇൻ ISR. അപ്പം ഐ ഹാഡ് അഡ്വാൻറ്റേജസ്. ഗേറ്റിന് പോയതുകൊണ്ട് ഞാൻ ഫ്രഷ് ഗേറ്റ് കഴിഞ്ഞ് വന്നതാണ്. അപ്പം എനിക്ക് അവർ ചോദിച്ച ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ലൈക്ക് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കോളേജ് പ്രോജക്റ്റ് വാസ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് സാറ്റലൈറ്റ് കമ്പോണന്റ്. പപ്പയുടെ ഇൻഫ്ലുവൻസ് ആയിരുന്നു അത്. ഞാൻ ഡിനൈ ചെയ്യുന്നില്ല, ഞാൻ യെസും പറയുന്നില്ല, കാരണം ലൈക്ക് ട്രബിൾ വേണ്ട, ഡിനൈ ചെയ്യുന്നില്ല, അത്രയും. ഓക്കെ, ബട്ട് ദെൻ ലൈക്ക് അതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പം എനിക്ക് അത് ലൈക്ക് കൂടുതൽ എന്റെ പ്രോജക്റ്റിനെ പറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം ലൈക്ക് നമ്മൾ കുറെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തത്. അപ്പം അവർ ആ സോഫ്റ്റ്വെയർസിനെ പറ്റി ചോദിച്ചു. അപ്പം വി ഡിഡ് എവറിത്തിങ് ഓൺ അവർ ഓൺ. നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് അതെല്ലാം പറയാൻ പറ്റി. ഞാൻ ഈ ഒരു ടേം എടുത്തിട്ട് ജെൻസി, മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ഈ ഷോയുടെ എഡിറ്ററും എല്ലാവരും എന്നോട് എപ്പോഴും പറഞ്ഞ കാര്യമാണ്, വൈ ഡു ഐ ബ്രിങ് നെപ്പോട്ടിസം. ലൈക്ക് നമ്മുടെ ഏകദേശം എല്ലാ പോഡ്കാസ്റ്റും ഞാൻ നെപ്പോട്ടിസം കൊണ്ടുവരുന്നുണ്ട്. ആൻഡ്
the reason why I'm doing that is because like I'm not an nepo kid, to be fair. Like in any sense എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഈവൻ മൈ പേരൻസ് ആർ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് കി ഞാനിപ്പം എൻ്റെ സ്വന്തം കമ്പനി നടത്തും, ഞാനൊരു കമ്പനിയിൽ മെയിൻ മാനേജേഴ്സ് ആയിട്ടിരിക്കുന്നു, ഒരു സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞ കാര്യമാണ്, ബിസിനസ് ഒന്നും നമുക്ക് അത്ര ശരിയാവത്തില്ല, നീ ഒരു PhD എടുക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പാരന്റ്സ് ഭയങ്കര അലൈൻഡ് ആണ്. ആൻഡ് ഐ എം ലൈക്ക്, മമ്മി PhD എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞ ചേച്ചി ഫുൾ പഠിക്കണം, ജോലി ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല. ഞാൻ അതാ പറഞ്ഞ ലൈക്ക് ഓക്കെ, ലൈക്ക് അറ്റ് സം പോയിന്റ് യു ആർ ലൈക്ക് ഓക്കെ ദാറ്റ്സ് ഫൈൻ വാട്ട് എവർ. പക്ഷെ ഈ നെപ്പോട്ടിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ദ റീസൺ വൈ ബ്രോട്ട് ദാറ്റ് അപ്പ് ഇസ് ഇറ്റ്സ് നോട്ട് റോങ്. ഞാനിത് കൊണ്ടുള്ള കാരണം എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ചില ടേംസിനെ എടുത്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഓറയെ കൊണ്ടുവരും. അതിലൊന്നാണ് നെപ്പോട്ടിസം. ആൻഡ് ദാറ്റ്സ് വൈ ഈവൻ ത്രൂ പാത്ത് ടു പീക്ക് ഐ വോണ്ട് ടു ആക്ച്വലി സേ ദീസ് തിങ്സ് ആർ നോട്ട് റോങ്. സിനാരിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ്, ഞാൻ നെപ്പോട്ടിസം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, നമ്മൾ നടുക്കൂടെ പോ. But what's wrong about it though? Like imagine you are living in a household where your father is an IRS or a scientist, or let's just forget about the scenario. Let's say your father is a lawyer, he's a doctor, or to be fair, your mom is a absolutely wonderful chef. So all of a sudden you want to be like her. Your mom is an absolutely wonderful news anchor. Your mom is an absolutely good manager. So നമ്മൾ ജനിച്ച് വീഴുമ്പോഴേ ഐ എം അസ്യൂമിങ്, ഐ ഹാവ് നെവർ മെറ്റ് അൻ അംബാനി റൈറ്റ്, ബട്ട് ഐ എം അസ്യൂമിങ് മുകേഷ് അംബാനിയുടെ വീട്ടിലൊക്കെ ജനിച്ച് വീഴുമ്പോഴേ കൊച്ചിലെ മുതൽ ഓൺ ദ ഡൈനിങ് ടേബിൾ അവർ സംസാരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ടാക്സ് റിട്ടേൺസിനെ കുറിച്ചും അടുത്ത വെഞ്ചേഴ്സിനെ കുറിച്ചും ആയിരിക്കും. നമ്മൾ അപ്പം തന്നെ ലൈക്ക് ഒരു സ്റ്റെപ്പ് അഹെഡ് ആയി. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഈ ഒരു നെപ്പോട്ടിസം അല്ലെങ്കിൽ ഈ ഒരു പുഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ജെൻസീൻ ലൈക്ക് വൈൽ യു ആർ സെയിങ് ഓക്കെ യു ഹാവ് ഗോട്ട് ഇറ്റ് ഓർ നോട്ട് ഗോട്ട് ഇറ്റ്, പക്ഷെ ഒരു പോയിന്റ് വരെ അത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് കഴിയുന്നുണ്ട് ഡ്രോപ്പ് ഓഫ് ആവും. കറക്റ്റ്, എക്സാക്ട്ലി. പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന നമ്മുടെ സ്കിൽസ് ആണ്. നമ്മൾ എങ്ങനെ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്യൂർലി നമ്മുടെ സ്കിൽസ് ആണ്. And that's very simple, right? That is how exactly the world functions. So us sitting here and saying ki as soon as, because പലപ്പോഴും നമ്മൾ ഈ നെപ്പോട്ടിസം പറയുമ്പോഴത്തേക്ക് എല്ലാവരും അയ്യോ, അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ആക്ച്വലി മാറേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റിഗ്മ ആൻഡ് ഇറ്റ് ക്യാൻ ഓൺലി ബ്രിങ് യു അപ്പ് ടു വൺ പോയിന്റ്. സോ ലെറ്റ് നെപ്പോട്ടിസം ബി ദേർ. അത് പപ്പയുടെ കുറച്ച് ഇൻഫ്ലുവൻസ് കാരണം ISROയിൽ കയറി കോൺട്രാക്ട് ബേസിസിലാണ് കയറി അല്ലേ. സോ ഇസ് ഇറ്റ് ലൈക്ക് എ ഫസ്റ്റ് ടിയർ സപ്ലയർ ഓർ യുവർ കോൺട്രാക്ടർ ഓഫ് എ കോൺട്രാക്ടർ കൈൻഡ് ഓഫ് എ സിനാരിയോ? കോൺട്രാക്ടർ ഓഫ് എ കോൺട്രാക്ട്. പ്രൊഡക്ഷനിലാണോ അതോ ഡിസൈനിലായിരുന്നു? ഓക്കെ. ആൻഡ് കൂടുതലും മറ്റേ സോഫ്റ്റ്വെയർസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലോഞ്ച് വെഹിക്കിൾ പാർട്സ് ഉണ്ടായിരുന്നു. സോ ലൈക്ക് വി ഡിഡ് അനാലിസിസ് ഓൺ ദാറ്റ്. അപ്പം സ്പേസിൽ പോകുമ്പോൾ എന്തൊക്കെ ഫോഴ്സസ് അങ്ങനത്തെ കാര്യങ്ങൾ, G-ഫോഴ്സസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം വി ഡിഡ് അനാലിസിസ് ഓൺ ദാറ്റ്. അപ്പം എന്തൊക്കെ എവിടെയാണ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉള്ളത് അങ്ങനത്തെ. ഞാൻ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതൊക്കെ ബേസിക് അനാലിസിസ്. പിന്നെ വൈബ്രേഷൻസ് വരും, അപ്പോൾ അതിൻ്റെ അനാലിസിസ്. തെർമൽ ഫ്ലക്സസ് വരും, അതിൻ്റെ അനാലിസിസ്. അതായിരുന്നു മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 2 years how was it? Like were you some days ki അയ്യോ ഇവിടെ എങ്ങനെ പെട്ടുപോയി? മോർ ലൈക്ക് ഞാൻ കോൺട്രാക്ട് ആയിരുന്നിട്ടും ഐ കുഡ് ഫീൽ ദ പ്രഷർ. ബിക്കോസ് ലൈക്ക് പണ്ട് there used to be say like 2 years 1 flight or something like that. Now it was like 1 year തന്നെ ഒരു 5-6 ഫ്ലൈറ്റ്സ്. And like everything like എത്ര iteration ഒരു പാർട്ട് ആണെങ്കിൽ you do like 5, 6, 7, 8 iterations. അപ്പം that is, അപ്പം നമുക്ക് ഈ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട്. സോ ലൈക്ക് വി ഹാവ് സേ ചന്ദ്രയാൻ 3 ഹാപ്പനിങ് ദിസ് മന്ത്. അപ്പം പിന്നെ അതിന്റെ ഫുൾ ഇത് ചെയ്ത് ടൈം ലൈൻ വരും. അപ്പം യു ആർ അണ്ടർ എ ലോട്ട് ഓഫ് പ്രഷർ. ഈവൻ കോൺട്രാക്ട് ആയിട്ടും ഐ കുഡ് ഫീൽ ദാറ്റ്. നമ്മളിതൊന്നും ഈ TV ലോഞ്ച് കാണുന്നുണ്ടേ, നമ്മളിതൊന്നും കാണുന്നില്ല, നമ്മൾ ജസ്റ്റ് ബാക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. നോ, ബിക്കോസ് യു ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മച്ച് യു ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദാറ്റ് ഇൻഡസ്ട്രി. ബീങ് ഫ്രം എ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല വാട്ട് SpaceX achieved. ലൈക്ക് അവരുടെ ലോഞ്ചേഴ്സിനെ അവർ തിരിച്ചു കൊണ്ടുവന്ന് അതിനെ റീസൈക്കിൾ ചെയ്തിട്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു ഫോളോഡ് ദാറ്റ്, ബട്ട് അത് ഭയങ്കര ഒരു എനിക്ക് somehow I feel jealous. നമ്മുടെ ഇവിടെ ഇത്രയും like I am most probably in the lowest tier of intellectuals that are there in this country, and if I am asking this question ki നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, and they are doing it. അത് ലൈക്ക് മോർ ലൈക്ക് എല്ലാവരും പ്രൈവറ്റൈസേഷൻ അഗൈൻസ്റ്റ് ആണ്. ബട്ട് ദെൻ പ്രൈവറ്റൈസേഷൻ ബ്രിങ്സ് ഇൻ മോർ ലൈക്ക് ഈ പറഞ്ഞ റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഗവൺമെന്റ് ജോബ്സ് ആകുമ്പം ലൈക്ക് ഒരു സെറ്റ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പ്രൈവറ്റ് ആകുമ്പോൾ അങ്ങനെയല്ല. ലൈക്ക് ഓരോ ന്യൂ മോഡിഫിക്കേഷൻ എല്ലാം ന്യൂ ചാർട്ടർ. അപ്പം ഞാൻ എപ്പോഴും പ്രൈവറ്റൈസേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ലൈക്ക് നമുക്കിപ്പം ഇപ്പം ടെക്നോ പാർക്ക് ആണെങ്കിലും ഇപ്പം ദർ ആർ ലൈക്ക് കുറേ പ്രശ്നങ്ങൾ, ലൈക്ക് കുറേ ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ലൈക്ക് വൺസ് യു ഗെറ്റ് ഇറ്റ് ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ടെക്നോ പാർക്കിൻ്റെ ഒരു പ്രൈവറ്റൈസ്ഡ് വേർഷനാണ്. അപ്പം ലൈക്ക് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം യു ആർ ഡൺ, കുറേ കഴിയുമ്പോൾ യു ആർ ഓൾസോ ലൈക്ക് ബെസ്റ്റ്. പക്ഷേ ലൈക്ക് പ്രൈവറ്റ് ആയിട്ട് വരുമ്പം
അത് നമുക്ക് മാറും. ഡെഡ് ലൈൻസ് തരാ, വിൽ ഗെറ്റ് ഇറ്റ് ഡൺ ഫോർ യു വാട്ട് എവർ ബി ഇറ്റ്, യു നോ, ലൈക്ക് ഡെഡ് ലൈൻസിൽ വെച്ചിട്ടല്ലേ. യെസ്. പക്ഷെ സംവെയർ ഐ ആം എ ലിറ്റിൽ ബിറ്റ് നോട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് യുവർ സെൽഫ്. ഓക്കെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് ഹാസ് എ ഫാർ മോർ ഹയർ പവർ ടു ഇംപ്ലിമെന്റ് ചേഞ്ച് ഒരു പ്രൈവറ്റൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. ബിക്കോസ് ഇപ്പം ലെറ്റ്സ് ബി ഓണസ്റ്റ് ആൻഡ് അപ് ഫ്രണ്ട്, റൈറ്റ്? ഇപ്പോൾ ഡോട്ട് സ്പേസ് ഒരു ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അക്വയർ ചെയ്യണമെങ്കിൽ യു വിൽ ഡു ഇറ്റ് ഇൻ എ പ്രൈം ലൊക്കേഷൻ. Correct. ഇപ്പം ഡോട്ട് സ്പേസ് വിൽ നോട്ട് ഗോ ടു ഐ ഡോണ്ട് നോ പുനലൂർ ഓർ കൊട്ടാരക്കര അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകാത്ത ഒരു ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഒരു ഓഫീസ് തുടങ്ങത്തില്ല. Correct. അതേസമയം ഒരു ഗവൺമെന്റിന് ഒരു SEZ ചേർത്തലയോ ആലപ്പുഴ കൊട്ടാരക്കരയോ വയനാടോ എവിടെ വേണമെങ്കിലും തുടങ്ങാം. Correct. സോ ആ ഒരു ബെനിഫിറ്റ് വരും. ബട്ട് വാട്ട് യു സെഡ് ഇസ് കറക്റ്റ്. Bureaucracy that sits in government and also the changing government is a very big issue. Correct. ഇപ്പോൾ ഈ ടെക്നോ SpaceX പാർക്ക് wouldn't have been SpaceX if it was not there, Correct. if it was not privatized. പക്ഷേ ഞാനൊരു ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യുന്നതറിയോ, നമ്മളിപ്പം പ്രൈവറ്റ് കമ്പനി വരുന്നുണ്ടെ വൈ ഇസ് ആ പെർഫോമൻസ് ഡിഫറൻസ്? ബിക്കോസ് ദർ ഇസ് എ പെർഫോമൻസ് ബോണസ്. Correct. അത് നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇല്ല. Correct. ലൈക്ക് നമ്മൾ കേൾക്കുന്നുണ്ടെ പറയും, ഓ ഗവൺമെന്റ് ജോലി കിട്ടിയ സേഫ് ആണ്. സേഫ് ആണ്. അതാണ് എനിക്കും ഭയങ്കരമായിട്ട് ഞാൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. Like government jolly, like what are you saying is safe? So salary, there is a restriction compared to private Correct. sector. Pinna like they are talking about like pension, like the hospital coverage and all that. But Benefits then എല്ലാം. like ഇതിനെല്ലാം നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. Have a good life insurance, health insurance. That അത്രേ thing ഉള്ളൂ. is, it cost you like 10K, 15K. അത്രേ ഉള്ളൂ. അപ്പം that gets you covered for your entire life span. പിന്നെ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. അപ്പം like അങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടും. SIP, SWP ഉണ്ട്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻസ് ഉണ്ട്. ഓക്കെ. ഇഫ് യു ആർ ഈ സ്റ്റോക്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്, ഇറ്റ് വിൽ ഗിവ് യു ഗുഡ് റിട്ടേൺസ് ലൈക്ക് 10%, 11%. മാസം കുറച്ച് ഡൂവേഴ്സ് ഇട്ടുകൊണ്ട് പോകുക. ലൈക്ക് വൺസ് യു ആർ ലൈക്ക് 60, 70, യു ഹാവ് സേഫ്. ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. Correct. ലൈക്ക് അത് Add ചെയ്ത്. ഇറ്റ് ഈസ് ഹ്യൂജ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇസ് ഹ്യൂജ്. അപ്പം വൺസ് യു ആർ അറ്റ് ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് യു ഹാവ് എനഫ് മണി. അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ഗവൺമെന്റ് ജോലി ഇത് ചെയ്യുന്നത് എനിക്ക് ഒട്ടും അല്ലാണ്ട് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയതാണ്. ബട്ട് ദെൻ ലൈക്ക് ഞാൻ അത് എടുത്തില്ല. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. നോ വറീസ്. അത് എന്റെ ഒട്ടും അലൈൻഡ് അല്ലായിരുന്നു. ഓക്കെ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുഷ് ചെയ്യുന്നത്. ഗവൺമെന്റ് ജോബ്സിലും പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻസ് വരണം. ഗവൺമെന്റ് ജോബ്സിലും ബെനിഫിറ്റ്സ് വരണം ഇൻ ടേംസ് ഓഫ് യുവർ ഓൺ ആക്ടിവിറ്റി. ലൈക്ക് ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. ഒരു പഞ്ചായത്ത് സെക്രട്ടറി, even if he sits there idle without signing a form, he will get the same salary of a panchayat secretary who is actually working his ass off. രാവിലെ 8 മണിക്ക് വരുന്നു, ഫുൾ ജോലി ചെയ്തിട്ട് പോകുന്നു. ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ് ഇൻ എ വേക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബോണസ് സ്ട്രക്ചർ കൊണ്ട് വരണം. ഐ തിങ്ക് നമ്മുടെ ബ്യൂറോക്രസി ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആവും. കറക്റ്റ്. ആൻഡ് ഓൾസോ ലൈക്ക് നമ്മുടെ ഈ പറയുന്ന പോലെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് അത് കൊടുക്കണം എപ്പോഴും. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. നമ്മൾ കയറി വരുമ്പോഴും ഡിപ്രസിംഗ് ആയി കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോകും. പക്ഷേ ഒരു ഫൺ ഒരു ഓഫീസ് സ്പേസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. എനിക്കിത് അറിഞ്ഞൂടാ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന്. ഐ തിങ്ക് ട്രാൻസ്പോർട്ട് ആണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് KB ഗണേഷ് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ കാണാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാ. പക്ഷേ ഇത് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ട്രാൻസ്പോർട്ടേഷൻ മിനിസ്ട്രി ആണെന്ന് തോന്നുന്നു. ബിക്കോസ് KB ഗണേഷ് കുമാർ എന്നതിന് ആൻസർ പറഞ്ഞു. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് കറക്റ്റ്ലി. പക്ഷേ ഏതൊരു ഗവൺമെന്റ് ഓഫീസിൽ ആ പാവ ആൾക്കാർ വീക്കെൻഡ് വന്ന് വർക്ക് ചെയ്യുവാണ് ഫയൽ തീർക്കാൻ വേണ്ടി. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ദേ ഡിഡ് എ റീൽ എടുത്തിട്ട് അവർ ചെയ്തിട്ട് everyone is bashing them on the comments like to a point. അത് കഴിഞ്ഞപ്പോൾ അത് മാറി തുടങ്ങി. ഈ ഇവന്മാരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചിരിക്കുന്നതാണ് നമ്മുടെ ജോലി തീരാത്തത്. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനി, ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ വി ആർ ഡൂയിങ് EBS at life life at EBS. Most probably when I said that my director is going to hit me after this call. But നമ്മുടെ ലൈഫ് അറ്റ് EBSൽ നമ്മൾ ചെയ്യുന്ന മീംസ് ആണ്. ലൈക്ക് വി ആർ ജസ്റ്റ് പ്രൊമോട്ടിങ് വാട്ട് വി ആർ ഡൂയിങ് അറ്റ് EBS. വി ആർ ഹാവിങ് ഫൺ സ്റ്റഫ്. പീപ്പിൾ ആർ മേക്കിംഗ് ഫൺ വീഡിയോസ്. അതേ സാധനം തന്നെ ഒരു ഗവൺമെന്റ് ഓഫീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റ് എന്തായിരിക്കും? ഈവൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആ ഗവൺമെന്റ് എഫിഷ്യൻസി കുറവായത് കാരണമാണ് ഇവർക്ക് ഈ ബ്ലെയിം കിട്ടുന്നത്. സേ ലൈക്ക് ദാറ്റ് ഇസ് ലൈക്ക് എല്ലാ ഫയൽസും ഭയങ്കരമായിട്ട് മൂവ് ചെയ്ത് അവർ റീൽ ചെയ്ത അത് സത്യം. അപ്പം മേ ബി I will be not as aligned as you, but I would say the government is going to be the driving force for change. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന രീതി ഇച്ചിരി ഒന്ന് മാറ്റണം. അവർക്ക് പെർഫോമൻസ് ബേസ്ഡ് ബോണസ് വരണം. ആൻഡ് ദ സെയിം തിങ്, വെരി കോൺട്രവേഴ്ഷ്യൽ മോസ്റ്റ് പ്രോബ്ലി, നമ്മുടെ രാഷ്ട്രീയക്കാർക്കും. എനിക്ക് അറിഞ്ഞൂടാ ജെൻസിന് ഇത് അറിയാവുന്നുണ്ട്. ഐ എം വെരി മച്ച് അഗെയിൻസ്റ്റ് ദിസ്. ഐ ഹേറ്റ് ദിസ്
നമ്മുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറിന് കിട്ടുന്നത് ഇസ് ലെസ് ദാൻ 10,000 പെർ മന്ത്. Correct. ഒരു ബേസിക് ഹ്യൂമൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? ആൻഡ് ദെൻ വി സേക്ക് ആ പുള്ളിക്കാരൻ ബ്രൈവ് മേടിച്ചു. കറക്റ്റ്. ആ ഒരു റീസൺ ആണ് ഈ ബ്രൈബിലേക്ക് അങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ ആ ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യുക, സോർട്ട് ചെയ്യുക, ദാറ്റ് ബി ഇറ്റ്. സെയിം തിങ് വിത്ത് പോലീസ്, റൈറ്റ്? ലൈക്ക് നമ്മൾ അവർ റൂഡ് ആവുന്നതിന് നമ്മൾ അവരെ കുറ്റം പറയും. അവർ ആക്ച്വലി കോവിഡ് ആയാലും എന്തായാലും പാവങ്ങൾ വെയിലത്ത് നിന്ന്, ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ വന്നേ പിന്നെ വെയിലത്ത് ഒരു 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഓടി അകത്ത് ഞാൻ ട്രാഫിക് പോലീസിന്റെ കാര്യമൊക്കെ ആലോചിക്കുമായിരുന്നു. അയ്യോ, എത്ര നേരം അവർ നിൽക്കുന്നത്, ലൈക്ക് ഒരു എസ്കോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ like ആൻഡ് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പുതിയ ഈ പോലീസിന്റെ ജീപ്പൊക്കെ കാണുന്നത്. പണ്ട് അവർക്ക് ഈ പഴയ ഇപ്പോഴാലും ശ്രദ്ധിച്ചാൽ മതി. ഐ ഫെൽ ദിസ് വെരി റൂഡ്. നമ്മുടെ സിവിൽ IPS അവരുടെയൊക്കെ വണ്ടികൾ AC ഇട്ട ഇന്നോവ അങ്ങനെയൊക്കെ, അതിൻ്റെ താഴെ വരുന്നുണ്ടെ മഹീന്ദ്രയുടെ ജീപ്പ്. ആൻഡ് പാവം പിടിച്ച റിസർവ് പോലീസ് അല്ലെങ്കിൽ അങ്ങനത്തെ പോലീസുകാർ പോകുന്നത് നമ്മൾ ഇടിവണ്ടി എന്ന് പറയുന്നത് correct. അതല്ല, അവർക്ക് ജീപ്പ് AC ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് വെരി ഓക്വേർഡ്. ബട്ട് സോറി. സോ ദിസ് ഈസ് ഓൾസോ സ്പേസ് വെയർ നമ്മൾ EBSൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന, ആൻഡ് വെൻ വി ഹാവ് സമ്മൺ ലൈക്ക് യു ഹു ഇസ് ഓൾസോ യുനോ ഇൻ ദ സ്പേസ് ഓഫ് എഫിഷ്യൻസീസ്, ഞങ്ങളിപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിസർച്ച് ഉണ്ട് വിച്ച് ഇസ് അബൌട്ട് EBS പ്രോഗ്രസ് ഫ്ലെക്സ്. ഈ ഒരു മൊമെന്റിൽ നമ്മുടെ TV-യിൽ നമ്മുടെ എഡിറ്റർ അമലിനോട് ഞാനത് ഇടാൻ പറയുകയാണ്. സമയത്ത് അത് ഇട്ടു. ആദ്യമായിട്ടായിരിക്കും അമലിനോട് പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത്. So for the audience you will also see this on your screen if Amal does it. അപ്പം ഈ ഒരു EBSനെ ഞങ്ങൾ ബേസിക്കലി എടുത്തിട്ട് വെരി I don't know, it happened coincidentally. I think I've been taught by my other director and my sweet wife that I should not say it's coincidence. I should say it has been always in our mind from the beginning. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല, കോയിൻസിഡൻസ് ആണ്. We started terming each one of those letters that EBS stands for. So E went for empowerment, B went for bridge, and S went for synergy. The whole concept of this progress plex, what comes together is a business is 100% required for an economic development. But that business will only stay by empowering people, by bridging the gap between customer and the employees and the employer, plus creating a positive synergy. അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. At EBS we are proud to say we do 40-hour weeks. Monday to Friday 40 hours, 8 hours per day. പക്ഷെ അപ്പോൾ അതിൻ്റെ വരുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ 30 minutes ബ്രേക്ക് വരും ഫോർ എ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ദെൻ 15 minutes കോഫി ബ്രേക്ക്. So that's 45 minutes per day. We are comparing ourselves with companies who do 9 or 15 minutes day so that they get a productive of almost 8.5 to 8.15 hours. അപ്പോൾ എന്താ ഞങ്ങൾക്ക് വരുന്ന പ്രശ്നം അറിയാം, നമ്മുടെ എംപ്ലോയീസ് അതുപോലെ നമ്മളൊപ്പം നിൽക്കണം. 30 minutes ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 30 minutes ബ്രേക്ക് യു ഷുഡ് ബി ബാക്ക്. 15 minutes ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 15 minutes യു ഷുഡ് ബി ബാക്ക്. ബിക്കോസ് ഇവർ ചിലപ്പോൾ എടുക്കുന്ന ഒരു 5 minute എക്സ്ട്രാ ഉണ്ടല്ലോ, ഞങ്ങളുടെ കസ്റ്റമറിനെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. Because already we are behind compared to our competitors by almost 1 hour. And then every 5 minutes starts accumulating. Correct. So അവിടെയാണ് ഞങ്ങൾ പറഞ്ഞ synergy. And similarly, ഞങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് if we are staying back. And that's also the space where bridging and synergy comes together. നമ്മുടെ ഒരു റിസോഴ്സ് 70% കൂടുതൽ കപ്പാസിറ്റി ആവുന്നുണ്ട്, നമ്മൾ പറയും we hire a new person. Because നമ്മൾ പറയുന്നത് 30% of your weekly time should go on to your personal development and your upskilling. അപ്പോൾ അവിടെയും വരുന്ന എന്താണ്, സിനർജി പ്ലേ ചെയ്യും. ബിക്കോസ് ആ 30% തിരിച്ചു കിട്ടുന്നുണ്ടെ ഇപ്പം ജെൻസിൻ പറഞ്ഞിട്ടുള്ള കുറേ എംപ്ലോയീസ് എന്താ ചെയ്യുന്നറിയോ, എനിക്ക് പണിയൊന്നുമില്ല ഫോണെടുത്ത്. അപ്പം നമ്മൾ വന്നിട്ട് പറയും നോ ഫോൺ യൂസേജ്. അപ്പോഴത്തേക്ക് ദേ ഫീൽ അയ്യോ ഇതെന്താ ഇത് ഭയങ്കര ടൈറ്റ് റൂൾസ് ആണല്ലോ. ദിസ് ഇസ് വേർ ദിസ് ട്രയാങ്കിൾ സ്റ്റാർട്ട്സ് ഫോമിങ്. ആൻഡ് ദാറ്റ്സ് ദ അബ്സല്യൂട്ട് ഫൺ തിങ് അബൌട്ട് എ ട്രയാങ്കിൾ, റൈറ്റ്? വെറിൻ ആ സൈഡ്സ് എല്ലാം ഒരുപോലെ വന്ന് നിന്നില്ലെങ്കിൽ ഡിസ്ജോയിൻറ്റഡ് ആയിപ്പോ. അപ്പം നമ്മൾ പറയുന്ന EBS പ്രോഗ്രസ് ഫ്ലെക്സിൽ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതും ആൻഡ് നമ്മൾ ഇനിയും വരാൻ പോകുന്ന പോഡ്കാസ്റ്റിൽ കൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നതും ഹൗ ഇറ്റ് ഇസ് എ മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ് തിങ്. ഇഫ് എ കമ്പനി ഈസ് ഫോഴ്സ്ഡ് ടു ഡു 10 hours, most probably first thing of course they are maybe profit oriented. Correct. Or they are being driven by people who are like I want my 1.5 hour break. എനിക്ക് 1.5 മണിക്കൂർ വേണം, പക്ഷെ കമ്പനിക്കപ്പം അവരുടെ 8 മണിക്കൂർ വേണം. So that is where the EBS Progress Flex will come into play, and I think in the coming podcast we will talk about it, and maybe at some point we will also get help from DotSpace also to identify how this model can be adapted to different businesses for your own ventures also.
So that was just something that I thought would be a good addition when we say bureaucracy, privatization. ഇതിലെല്ലാം വരുന്നുണ്ട്. ഞങ്ങൾ ഫ്യൂച്ചർ സ്റ്റേറ്റിൽ കാണുന്നൊരു ഫാക്ടറാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രസ് ഫ്ലെക്സ് പ്രൊമോട്ട് ചെയ്യപ്പെടണം. ലെറ്റ് ഇറ്റ് ബി ഗവൺമെൻറ് ഓർ പ്രൈവറ്റൈസേഷൻ. നമ്മൾ ഭയങ്കരമായിട്ട് സൈഡ് ട്രാക്ക് ആയിപ്പോ അല്ലേ. നൗ കമ്മിങ് ബാക്ക് ടു യുവർ ലൈഫ് ജേർണി, ISRL 2.5 വർഷമായിരുന്നു. ഹൗ ഡിഡ് യു മീറ്റ് അജയ്? സോ അജയ് ആണല്ലോ ലൈഫ് ടേണർ ആയിട്ട് വരുന്നത്. കറക്റ്റ്. സോ ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഐ വാണ്ടഡ് ടു ലേൺ മോർ ഓൺ റിയൽ എസ്റ്റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. അപ്പം ആ ഒരു ടൈമിലാണ് ലൈക്ക് ഐ മെറ്റ് അജയ് സാർ. ഒരു റെഫറൻസ് ആയിരുന്നു. പുള്ളി ബെസിലിയസ് പാസ് ഔട്ട് ആണ്. ബട്ട് ലൈക്ക് നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അതറിഞ്ഞത് ബെസിലിയസ് ആണ്. അപ്പം ലൈക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ത്രൂ കണക്ട് ആയി. ആൻഡ് ലൈക്ക് ഫസ്റ്റ് തിങ് ലൈക്ക് he taught me is power of compounding. അതായത് ലൈക്ക് ദാറ്റ് വാസ് എ വെരി ഇൻസൈറ്റ്ഫുൾ. ലൈക്ക് എനിക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ദേ യൂസ് ടു ലൈക്ക് എനിക്ക് തോന്നുന്നു അജയ് സാറിന് വേണ്ടി പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്തോണ്ടിരുന്നത് അവരായിരുന്നു. 2-3 പ്രോപ്പർട്ടീസ് അവർ വഴി അജയ് സാർ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം he used to be a good friend of mine. Used to be അല്ല, till now we are good friends. അപ്പം through him I met അജയ് സാർ. അപ്പം അതിന്ന് ലൈക്ക് പുള്ളി ആദ്യത്തെ ഈ പറഞ്ഞ പവർ ഓഫ് കോമ്പൗണ്ടിങ് ദാറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. സ്റ്റോക്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ലൈക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. ബേസിക്കലി സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ കുറെ ഇൻസൈറ്റ്സ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി. ആൻഡ് ലൈക്ക് ആദ്യം നമ്മൾ മീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ തന്നെ ഹി വാസ് ട്രൈങ് ടു ലൈക്ക് പുഷ് മീ ടു ഡു എ ബിസിനസ്. അപ്പം അങ്ങനത്തെ എനിക്ക് ഞാൻ അത് ഭയങ്കര അലൈൻഡ് ആയിരുന്നു എന്ത് ചെയ്യണം. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഐ വിൽ ബി വിത്ത് ഹിം, ഐ വിൽ സ്റ്റഡി വാട്ട് ഹി ഡസ് ഫോർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. Within 2 conversations ഒരു ISR ജോബിൽ നിന്ന് അല്ല, ഞാൻ ISR അപ്പോഴത്തേക്ക് ബ്രേക്ക് എടുത്തായിരുന്നു. എനിക്ക് അവിടെ ലൈക്ക് ഇത് അഡ്മിഷൻസ് ആയി ഓസ്ട്രേലിയയിൽ. ഒരു 4 കോളേജസ് അഡ്മിഷൻ ആയി. ഐ വാസ് വെയിറ്റിംഗ് ലൈക്ക് എനിക്കൊരു 1 month ഉണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് സ്കിൽ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പപ്പയുടെ ബാഡ് 1 month. If your father is going to watch this podcast, he is going to be like, "This is roast in the second." Correct. Roast of But it is good also, right? Like, Chela Salathe, maybe his push also keeps you, to the top of the game, where you're like, you're not trying to prove to anyone, but it's more like, okay, he was there. Okay, so you met Ajay, and then all of a sudden you are like real estate, and I think already real estate ne kurichu korchu interested ആയിരുന്നു അപ്പോഴത്തേക്ക്. അപ്പം ലൈക്ക് ഐ നോ ദാറ്റ് ഇസ് വെയർ ദ മണി ഈസ്. അപ്പം ലൈക്ക് ഞാൻ അങ്ങനെ അജയ് സാറിനെ മീറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഭയങ്കര അലൈൻഡ് ആയിരുന്നു. അപ്പം പെട്ടെന്ന് കണക്ട് ആയി. ആൻഡ് ലൈക്ക് എനിക്ക് പിന്നെ ഞാൻ 1 month അജയ് സാറിനെ മീറ്റ് ചെയ്തു. വി ടോക്ക്ഡ് എ ലോട്ട്. നമ്മൾ ചാറ്റ് ചെയ്യുന്നു. ആൻഡ് ലൈക്ക് ഐ വാസ് അപ്പോഴും ഞാൻ ഓക്കെ ഓസ്ട്രേലിയ പോവാം എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്നിട്ട് ലൈക്ക് ആ ഒരു ലാസ്റ്റ് മൊമെന്റ് എത്തിയപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളുണ്ട്, ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അജയ് സാറിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഐ ബിലീവ് ഇപ്പം 3 years കംപ്ലീറ്റ് ചെയ്തു. Don't tell me you did not have a very big നിനക്ക് പ്രാന്താണോ കൈൻഡ് ഓഫ് എ മൊമെന്റ്? ഒത്തിരി ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ലൈക്ക് ഐ സെഡ് ഓക്കെ ദിസ് ഇസ് മൈ ലൈഫ്, ഐ ഗെറ്റ് ടു ഡിസൈഡ് വാട്ട് ഐ ഡു. റൂഡ് ആവുന്നതല്ല, ബട്ട് ദെൻ ലൈക്ക് അല്ലെങ്കിൽ പിന്നെ എനിക്ക് റിഗ്രറ്റ്സ് വരും. ഐ വോണ്ട് ടു ഡു ദിസ്. എല്ലാവരും അഗേൻസ്റ്റ് ആയിരുന്നു. ഈവൻ മൈ ആൺസ്, അങ്കിൾസ്, everyone was against it. Is it like a scholar family? എല്ലാവരും എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, more like everyone നല്ല ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ്. അപ്പം everyone was against it. കാരണം എല്ലാവരും ലൈക്ക് ആ ഒരു പൊസിഷൻ, ഗവൺമെന്റ് ജോബ്സ്. അപ്പം അതിൽ നിന്ന് ലൈക്ക് ഓക്കെ ഒരാളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആ ചേഞ്ചസ് ഭയങ്കര, കാരണം ഫാമിലിയിൽ ആരും ചെയ്തിട്ടില്ല, ചെയ്യുന്ന ബിസിനസ് ഒന്നും സക്സസ്ഫുൾ ആവില്ല. അപ്പം അത് ഞാൻ ഇത് വീണ്ടും ചോദിക്കാനുള്ള കാരണം എന്താ പറയുക ജെൻസിൻ, ഇറ്റ്സ് നോട്ട് ടു പ്രോങ് ഇൻ ടു യുവർ പേഴ്സണൽ ലൈഫ് ഓർ ടു ഡിഫെയിം എനി വൺ, ബട്ട് പലപ്പോഴും എന്താ പറ്റുന്നറിയോ, ഈ ഒരു പ്രഷർ കാരണം ദർ വിൽ ബി പീപ്പിൾ ഹു ആർ 60% എനിക്കിത് വെഞ്ചർ ചെയ്യണം. പക്ഷേ ഈ ഒരു പ്രഷർ ഇച്ചിരി ഹിറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് യു നീഡ് എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി ടു ഗോ അഗെയിൻസ്റ്റ് ദ ഓഡ്സ്. അപ്പോൾ അവരങ്ങ് നിന്നു പോകും. അതുകൊണ്ടാണ് ഐ എം വെരി ഇൻട്രസ്റ്റഡ് കി ഇറ്റ്സ് എ ഗുഡ് തിങ് യുവർ സിബ്ലിംഗ് ഇസ് പെർഫോമിംഗ് റിയലി ഗുഡ്. ജെൻസിന്റെ അഗെയിൻസ്റ്റ് ഉള്ള ഓഡ്സ് ഇങ്ങനെ കൂടി വരും. ഒരു സൈഡ് ഹോപ്പ് ഉണ്ട്, അപ്പോഴും കുഴപ്പമില്ല. ഒരു സൈഡ് ഹോപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. അല്ല ഞാൻ ഈ പറഞ്ഞാൽ ആ ബുക്കാണ് ശരിക്കും ആ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചത്. മൈ ഫസ്റ്റ് ബുക്ക് ഇപ്പൊ ഞാൻ കുറച്ച് വായിക്കുന്നുണ്ട്. ബട്ട് ദെൻ ലൈക്ക് ആ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. യു വുഡ് സജസ്റ്റ് ദാറ്റ് ഫോർ എ യങ് ഗായ് ഓർ എ ഗേൾ ഒന്ന് വായിക്കുന്നതല്ല. പോഡ്കാസ്റ്റ് ആണ് ആരുണ്ടെങ്കിലും you should have a read. You should have that book. And we are also going to promote, like we are going to do a challenge at some point where we will see we should it's most probably ഒരു ട്രെൻഡ് വന്നു പോയായിരുന്നു ബുക്ക് ഷെയർ ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബുക്ക് ഷെയർ ചെയ്യണം ആൻഡ് വി വിൽ ഗിവ് എ ടൈം പീരിയഡ്. അത് കഴിഞ്ഞിട്ട് വി വിൽ ഡു മേ ബി ലൈക്ക് എക്സ്പീരിയൻസ് ഷെയറിങ്, ഒരു ഫോളോ അപ്പ് പോലെ, എന്നിട്ട് പിന്നെ വന്നിരിക്കാം. പെർഫെക്റ്റ്. സോ
ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തു, വാട്ട് വാസ് ഗോയിങ് ഇൻ യുവർ ഹെഡ്? ലൈക്ക് ഐ എം വെരി കീൻ. ആൻഡ് അഗൈൻ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കാണുന്ന പലർക്കും ഈ ഒരു പേടി എപ്പോഴും കാണും, ഉറപ്പായിട്ടും. ഓഡ്സിന് അഗെയിൻസ്റ്റ്. കാരണം ലൈക്ക് യു ഡോണ്ട് ഹാവ് മണി, ആ. യു കാൺ ഡിപ്പെൻഡ് ഓൺ യുവർ ഫാമിലി Correct. no more, and like this is very crucial moment of your life, and you have to like ആ ഒരു പ്രോപ്പർ അലൈൻമെന്റ് കിട്ടിയില്ലെങ്കിൽ ലൈക്ക് ഇഷ്യൂ വരും. ഫുൾ ഇഷ്യൂസ് ആകും. കാരണം വൺസ് യു ഫെയിൽ, അന്നേ പറഞ്ഞല്ലേ ആ. ഇങ്ങനെ പോയോണ്ടല്ലേ ഇതെല്ലാം പറ്റിയത്, അന്ന് നിന്റെ പ്രൈം ടൈം പോയി, ഇനി എന്ത് സത്യം. ചെയ്യാനാ? സോ ലൈക്ക് ആ ടോക്സ് എല്ലാം വരും. അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാൻ ഞാൻ പറഞ്ഞു, ഓക്കെ തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല, ഹസ്ൽ ചെയ്യാ. എവിടുന്ന പക്ഷേ ജെൻസിന് ആ ഒരു അത്ര ഒരു കോൺഫിഡൻസ് വന്നത്? ബിക്കോസ് എനിക്കത് വന്നുണ്ടല്ലോ ഒത്തിരി ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് മൈ ലൈഫ്, ആൻഡ് മേ ബി ആഫ്റ്റർ എ പോയിന്റ് വെർ ഐ വാസ് ലൈക്ക് ഇനിയിപ്പം പറ്റിയാലും എനിക്ക് ഇച്ചിരി പൈസ അവിടെ കിടപ്പുണ്ട്, ഇച്ചിരി പൈസ അവിടെ കിടപ്പുണ്ട്, ആ ഒരു വൈബ് വന്നു. ബട്ട് യു ആർ സ്റ്റാർട്ടിങ് യുവർ ഹസൽ ഫ്രം ലിറ്റിലി സീറോ. കറക്റ്റ്. ആ ഒരു വെർ ഡിഡ് യു ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ്? അത് എനിക്ക് കറക്റ്റ് അറിയില്ല. മേ ബി ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ഇൻസ്പയർ ആയി കാണും. നമ്മൾ ആ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നിമിഷമല്ല അത്, ലൈക്ക് കുറെ events ന്റെ ഒരു ഇതാ. ഇവന്റ്സ് ആണ് നമ്മളെ ഇപ്പോഴത്തേക്ക് ഇതില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ ഇൻസ്പയർ ചെയ്തതാണ്. ലൈക്ക് അതിൽ നിന്ന് അവിടെ എത്തി. ലൈക്ക് വീട്ടിൽ ഇനിഷ്യലി പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അൾട്ടിമേറ്റ്ലി ദേ ഹാഡ് നോ ചോയ്സ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അഗേൻസ്റ്റ് ആയിട്ട് പറയാം. ലൈക്ക് പക്ഷേ ഞാൻ അപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ ലൈക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഇല്ലായിരുന്നു. ആ. വാസ് ദർ someone in your family or friends who was like നീ പോയി ചെയ്, പ്രശ്നം ഉണ്ടാണെങ്കിൽ വിളിക്കുക, ആ ഒരു വൈബ് ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എൻ്റെ ലൈക്ക് മൈ വൈഫ് ലൈക്ക് അന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ. ഇപ്പം അന്ന് വേണ്ടായിരുന്നു തോന്നുമായിരിക്കും ചിലപ്പോൾ. ആൻഡ് ലൈക്ക് മൈ ഫ്രണ്ട്സ് ലൈക്ക് ഐ ഹാവ് ലൈക്ക് പ്രിറ്റി ഗുഡ് റിച്ച് ഫ്രണ്ട്സ്. അപ്പം അവർക്ക് കുറെ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പം ഒന്നും ഇല്ലെങ്കിൽ ബാക്കപ്പ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കപ്പ് ഉണ്ട്. ജസ്റ്റ് അപ്പൊ ട്രൈ ചെയ്താൽ മതി. അപ്പം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എത്തില്ലെങ്കിലും ബട്ട് ദെൻ ഐ ഹാവ് എ ബാക്കപ്പ്. ഓക്കെ. അപ്പൊ ആ ഒരു ചെറിയ കോൺഫിഡൻസ് അല്ല, പക്ഷെ എന്തായാലും ഒരു നെറ്റ് ഉണ്ട്. ഓക്കെ. അല്ല അപ്പോഴത്തേക്ക് വൈഫ് ലൈക്ക് യുവർ കറന്റ് വൈഫ്, when I say current it seems wrong, but ഇപ്പം ജിൻസിന്റെ വൈഫ് യു ഗോട്ട് മാരീഡ് വെരി റീസെന്റ് ഓൾസോ. അപ്പോഴത്തേക്ക് യു ആർ ഓൾറെഡി ഇൻ എ റിലേഷൻഷിപ്പ്? കറക്റ്റ്. ആൻഡ് ദ റീസൺ വൈ ഐ ആം ആസ്കിങ് ദിസ് അഗൈൻ ഇസ് അതൊരു ഷി വാസ് ഫുള്ളി ഇൻ സപ്പോർട്ട് ഓഫ് ദിസ്. കറക്റ്റ്. പേടിയൊന്നും ഇല്ലായിരുന്നു? ഒരു കാര്യമില്ല. ഇല്ല. ഷീ സെഡ് ലൈക്ക് ഒന്നും ആയാലും എനിക്ക് കുഴപ്പമില്ല, ജോലിയുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം. ഓ, അപ്പം ദാറ്റ് വാസ് വെരി ഭയങ്കര എനിക്ക് അതാണ് ഞാൻ കുറെ കാര്യങ്ങളിൽ ലൈക്ക് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായത്. നമ്മുടെ പൊന്നിയാളൻ അഗർബത്തീസ് റിയൽ ലൈഫ്. ഇപ്പൊ കുറച്ച് ഇതാണെങ്കിലും ബട്ട് ദെൻ ലൈക്ക് അന്ന് ആ പറഞ്ഞത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ദാറ്റ് ഈസ് സോ ഗുഡ് റൈറ്റ്? ലൈക്ക് ബിക്കോസ് ആ ഒരു സമയത്ത് ചിലപ്പം ഈ പറഞ്ഞിട്ട് തന്നെ ഒരാളും കൂടെ നെഗറ്റീവായി ചിലപ്പോൾ നമ്മളങ്ങ് പിന്മാറും. അതെ കറക്റ്റ്. ആ പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് എത്തിയോണ്ടാണ് ലൈക്ക് ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റും. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഹാവ് യു എവർ താങ്ക്ഡ് ഹർ ഫോർ ദാറ്റ് സപ്പോർട്ട്? നമ്മുടെ എല്ലാ പ്രാവശ്യം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു താങ്ക്ഫുൾ ആ ഒരു ഇതല്ലേ, അങ്ങനെ പറയാം. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം ജെൻസൈൻ ലൈക്ക് ഐ എം നോട്ട് ദാറ്റ് ഓൾഡ് കമ്പയർഡ് ടു യു. ഐ ജസ്റ്റ് സൗണ്ട് ലൈക്ക് ഐ എം വെരി ഓൾഡ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ബ്ലെസ്സിങ്സ് ആണ് ഇങ്ങനത്തെ ആൾക്കാർ. ജെൻസിന് ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത വൈഫ്. ആൻഡ് യെസ് യു ഡോണ്ട് ഹാവ് ടു സേ താങ്ക്സ് ടു ദം, ബട്ട് റൈറ്റ് നൗ വാട്ട് യു ആർ സേയിങ് അബൌട്ട് ദം ഇസ് ദ താങ്ക്സ് ടു ദം. കറക്റ്റ്. ആൻഡ് ദാറ്റ് അതുകൊണ്ട് ഞാനത് എടുത്തിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും. ഓക്കെ ലൈക്ക് അവർ you never forget that. അപ്പം that will be always there in your head. അതാണ് ആക്ച്വലി ഒരു റോസാപ്പൂവിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? Correct. വാലന്റൈൻസ് ഡേക്ക് പൂ കൊടുക്കാൻ മറക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ. അതെ ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ അതെപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. നമ്മുടെ ആ ഒരു ഗ്രൂപ്പും ഈ പറഞ്ഞ പോലെ ഡിപ്രസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ലൈക്ക് ഞാൻ ചിലപ്പോൾ ബാക്ക് ഔട്ട് ചെയ്ത് ഓക്കെ സത്യം സെയിം ഓക്കെ ഓസ്ട്രേലിയ ആ ഡ്രീം. അത് സത്യം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് നീ ഇത് ചെയ്താൽ നീ ശരിയാവത്തില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല, അപ്പോഴേ നമ്മളും ബാക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് കുറച്ച് ആൾക്കാർ നീ ട്രൈ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വിൽ ട്രൈ. സോ എല്ലാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും കിട്ടി. യു ജോയിൻഡ് അജയ് വിത്ത് ഡോട്ട് സ്പേസ്. ആ ഒരു പോയിന്റിൽ എയർബിഎൻബിയിലോട്ട് എൻ്റർ ആയിട്ടില്ല? ഞാൻ എയർബിഎൻബി ലൈക്ക് വളരെ റീസെന്റ് ആണ്, ലൈക്ക് 1.5 years ആണ്. അത്രേ ഉള്ളൂ. ഞാൻ 3 വർഷമായി ലൈക്ക് ഡോട്ട് സ്പേസിൽ. ഓക്കെ. സോ ഹൗ ഡിഡ് യുവർ കരിയർ സ്റ്റാർട്ട് ഇൻ ഡോട്ട് സ്പേസ്? വാട്ട് വർ യു ഡൂയിങ് ഇനിഷ്യലി? സോ ഇനിഷ്യലി ലൈക്ക് എല്ലാ കാര്യങ്ങളും ആദ്യമേ തരാൻ പറ്റില്ലല്ലോ. അപ്പം ഇനിഷ്യലി ലൈക്ക് ഐ വാസ് ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ലൈക്ക് എനിക്ക് ക്ലയൻസിനെ അസൈൻ ചെയ്യാൻ തുടങ്ങി. മോർ ലൈക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചോ ലൈക്ക് ആദ്യം ചെറിയ ക്ലയൻസിനെ തന്നു, പിന്നെ കോർപ്പറേറ്റ്സിനെ തന്നു എൻഗേജ് ചെയ്ത് തുടങ്ങി. പിന്നെ ലൈക്ക് അജയ് സാറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇൻസൈറ്റ്സ് തന്നു തുടങ്ങി. ഫിനാൻസ്, ബീറ്റ് ഡെവലപ്മെൻറ്റ്, ബീറ്റ് ലൈക്ക് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ബീറ്റ് എസ്കലേഷൻ ഹാൻഡ്ലിങ്. അപ്പം നമ്മൾ ലൈക്ക് ഇപ്പം ഒരു 3 years കഴിഞ്ഞപ്പം ഡോട്ട് സ്പേസ് ഇപ്പം ലൈക്ക് സേ ഇഫ് യു വാണ്ട് ടു ഒരു ഈ ലൊക്കേഷനിൽ ഡോട്ട് സ്പേസ് വേണം എന്ന് പറഞ്ഞ് ഐ നോ വാട്ട് ടു ഡു. ഓക്കെ. കംപ്ലീറ്റ് ഡോട്ട് സ്പേസ് എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഇൻസൈറ്റ്സ് അജയ് സാർ ഭയങ്കരമായിട്ട് തന്നു തുടങ്ങി. ആൻഡ് ലൈക്ക് പുള്ളി മോർ ലൈക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസ് തന്നു തുടങ്ങി. അപ്പം ലൈക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് തന്നെ ടേക്കപ്പ് ചെയ്ത് സോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം
ഓരോ ചെറിയ തെറ്റിൽ നിന്ന് പഠിച്ച് ഓരോ കാര്യങ്ങളും ബെറ്റർ ആയിക്കോട്ടെ അജയ്ക്ക് നഷ്ടങ്ങളുണ്ടായി ഉണ്ടായി. അതാണ് ഞാൻ ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു ആരങ്ങനെ ആ ഒരു ഇത് എടുക്കുമെന്ന്. റിസ്ക് എടുക്കും. ലെസ് കറക്റ്റ്. കാരണം ഫിനാൻഷ്യലി ഇതിപ്പം കുറെ കാര്യങ്ങൾ നമുക്ക് ഡ്രോപ്പ് വരാം. ക്ലയൻസിന്റെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ക്ലയൻസ് ഇറങ്ങിപ്പോവാം. കാരണം നമ്മുടെ അവിടെയൊക്കെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പം അതെല്ലാം അജയ് സാർ എടുത്തൊരു ഹിറ്റ് ആയിരുന്നു ഞങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടി. ഓക്കെ അപ്പം ആ അജയ് സാർ ആസ് എ മെന്റർ ഹി ഡിഡ് വെരി ഗുഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും വി ആർ മോർ ലൈക്ക് എ ഫാമിലി. ഐ ക്യാൻ ഫീൽ ഇറ്റ്. പലപ്പോഴും അജയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഐ എം ഓൾസോ ക്ലയന്റ് ഓഫ് ഡോട്ട് സ്പേസ് ആൻഡ് വിൽ ടോക്ക് അബൌട്ട് വാട്ട് ഡോട്ട് സ്പേസ് ഡസ് ഓൾസോ ആഫ്റ്റർ ദിസ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് യുവർ ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് യുവർ സെൽഫ് വെൻ യു ടോക്ക് അബൌട്ട് ഹിം യു ഓൾവേസ് ടോക്ക് അബൌട്ട് ഹിം ആസ് ഇഫ് ഹീ സ്റ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യുവർ യുനോ you never see him out of sight. എപ്പോഴും അജയെ കുറിച്ചുള്ള തോട്ട്സ് അല്ലെങ്കിൽ what he has told you is always with you. So that's very interesting. So now for the people who don't know about dot space, what is dot space? So dot space is basically a business center or a co-working space. So we provide office space solutions to companies. Say if you have a startup, you have a corporate, you come to us, we'll give you whatever the seat, how much seats you need, we'll give you an office. Completely managed office. We'll be managing everything from internet, Wi-Fi, tea, coffee, housekeeping. Everything will be managed by us. So what's the biggest client you have ever housed? So currently we have, I think Prototype is our biggest client now. Okay. They have around 150 seats, and we have the corporate clients. I don't know if I can say out Yeah, their of names. course. We have But you have some premium brands in there. I know personally. Correct. Some premium brands You know. are sitting in there. Correct. So അങ്ങനെ വരുന്നുണ്ട്. I'm sorry. No, all good. I think I'm also coughing in between. So നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസീസ് പീരീഡിൽ കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. So where does dot space stand to a technopark? What benefit does a client have when they come to a dot space and not go to a technopark? So Technopark, basically they will be assigning you a space. So you have to furnish it, you have to manage your entire day-to-day operations, and then you have to work. So dot space every day different, and so we'll be doing the entire thing for you. But you can concentrate more on your work. Okay. That is where the advantage is. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ. അജയ് അടിയന്തരമായിട്ടുള്ള അഡ്വർടൈസിങ് ചെയ്യുന്നത്. ബട്ട് ജോക്സ് അപ്പാർട്ട്, സോ ഡോട്ട് സ്പേസിൽ വന്നിട്ട് യു സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് റിയൽ എസ്റ്റേറ്റ്. ആസ് യു സെഡ് കോ വർക്കിംഗ് ഹബ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡോട്ട് സ്പേസ് 13 സെന്റേഴ്സോളം ഉണ്ടല്ലേ കേരളത്തിൽ? 12 centers ഉണ്ട്. 12 And we are സെന്റേഴ്സ് expanding. നമ്മളിപ്പോൾ 2-3 floors അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So what is the best city dot space has gone into? You feel ki it's not just the city, it's not just your building, but avade ningala branding കാണുമ്പോൾ you're like yes. Kochi, I'll say. Kochi. Because we have some very good locations. Panampalli Starbucks in the mall. Yes. We have a very beautiful center. And Edapalli, near Chengambura metro station. Kochi is very accessible and more happening, and nalla clients. ഇവിടെ കുറവാണെന്നല്ല, but then more info park culture അങ്ങനത്തെ ഉള്ളതുകൊണ്ടും. Yes. Being a Trivandrum boy, do you feel Kochi is better than Trivandrum? This is controversial. No. Kochi, I'll always prefer Trivandrum. Kochi is ഭയങ്കര loud, noisy, Yes. all that. So Trivandrum is home for me. എന്നാലും ഓഫീസ് അവിടുത്തെ ഇഷ്ടം. അതെ. അല്ല, ട്രിവാൻഡ്രം നല്ല ഓഫീസ് ഇല്ല എന്നല്ല, പക്ഷേ കൊച്ചിയിൽ ഇപ്പം നമ്മൾ എല്ലാ സെന്റേഴ്സും ഫുള്ളാണ്. Yes. അപ്പം മോർ കൺവേർഷൻ റേഷ്യോസ്. Okay. Do you see a shift in, Trivandrum has one of the most prominent, most probably the first technoparks in Kerala, and still Kochi is thriving a little bit, not little bit maybe, far more faster pace. കൊച്ചി മുമ്പിലോട്ട് പോകുന്നത് തോന്നുന്നുണ്ട് ട്രിവാൻഡ്രത്തിൽ. ആ ഒരു മെട്രോ സിറ്റി ആണ്, അപ്പൊ അതിൻ്റെതായ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ പീപ്പിൾ ബേസിക്കലി വർക്ക് ചെയ്യുമ്പോൾ ദേ ലുക്ക് ഫോർ കമ്മ്യൂട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊച്ചി ഈസ് ബെറ്റർ ഐ ഗെസ്. പക്ഷേ ട്രിവാൻഡ്രത്തേക്ക് നമ്മളിപ്പോൾ ഒത്തിരി ഷിഫ്റ്റ് കാണുന്നത്. നമ്മളിപ്പോൾ phase 6 ആയി, ആൻഡ് ഓൾറെഡി എല്ലാം ഒക്യുപ്പൈഡ് ആണ്. ഇവിടുത്തെ ബേസിക് കമ്മ്യൂണിറ്റീസ് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ കൊച്ചി കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ? അല്ലെങ്കിൽ ഇപ്പം ഐ ഹവ് ബീൻ ടു ബാംഗ്ലൂർ മാന്യത ടെക് പാർക്ക് ഓർ ഇലക്ട്രോണിക് സിറ്റി, ട്രിവാൻഡ്രം എവിടെയോ ഒരു പോയിന്റിൽ നിന്ന് പോയല്ലോ തോന്നുന്നുണ്ടോ? ഉണ്ട്, ആ ഒരു ഇതുണ്ട്. ബട്ട് ദെൻ ഐ തിങ്ക് ഒരു 1-2 ഇയേഴ്സിലൊക്കെ മോർ ബാംഗ്ലൂർ, ഇപ്പം പറയുമ്പോൾ കൊച്ചി ബാംഗ്ലൂരൊക്കെ ആകുമ്പം ടെക്കീസ് വർക്ക് ചെയ്തു, അവർക്ക് റിലാക്സ് ചെയ്യാൻ കുറെ സ്പോട്ട്സ് ഉണ്ട്. സോ വെൻ യു കം ടു ട്രിവാൻഡ്രം only restaurants. Yes. I don't know if അതൊക്കെ ആ ഒരു റിലാക്സേഷൻ ഉള്ളത്. Yes, true. വേറെ റിലാക്സേഷൻ പാർട്ടായിട്ടൊന്നുമില്ല. അപ്പം അതായിരിക്കും ആ ഒരു ചേഞ്ച് ഐ ബിലീവ്. അതും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നമ്മൾ ടെക്നോ പാർക്കിന്റെ പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തൊട്ടടുത്താണ് phase 1 phase 3 ഒക്കെ ഉള്ളത്.
അതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു ടെക് സിറ്റി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരത്തില്ല. ലൈക്ക് വെൻ യു ആർ ഇൻ ബാംഗ്ലൂർ യു ഹാവ് ഗോട്ട് ടോയ്ലറ്റ്, വി ഹാവ് ഗോട്ട് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഇവിടെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നില്ല. യു ഹാവ് ഡാൻസ് ബാർസ്, യു ഹാവ് ഗെയിമിംഗ് സോൺസ്. അപ്പം ഇവിടെ ആ ഒരു ഇത് വന്നിട്ടില്ല. സോ അങ്ങനെ വരുന്നുണ്ട്. വാട്ട് ഈസ് future for Dot Space in Trivandrum? Like, how do you think Dot Space being a co-working space, you can, I don't know, bring a difference, make it a bit more jolly up? അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ അജയ്ക്കോ അല്ലെങ്കിൽ ജിൻസിനോ? യെസ്, ഡോട്ട് സ്പേസ് ഇപ്പം നമ്മൾ ലൈക്ക് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതും കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ലൈക്ക് വി ഹാവ് ലൈക്ക് കുറേ ഇവന്റ്സ് പൈപ്പ് ലൈനിലുണ്ട്. ഇൻവെസ്റ്റർ ടോക്സ്, ലൈക്ക് യു ഹാവ് ഗെയിം നൈറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പം ലൈക്ക് ക്ലയൻസ് അവർക്ക് ഒരു ഫൺ ഇതുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും വർക്ക് ചെയ്യണം, അപ്പോൾ അവർക്കൊരു റിലാക്സേഷൻ വേണം. നമ്മൾ ആ ഒരു ഇത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ഇപ്പം നമ്മൾ കുറച്ച് സെൻറ്റേഴ്സിൽ ഗെയിം നൈറ്റ്സ് അങ്ങനത്തെ അത് ഭയങ്കര ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ, അപ്പം ലൈക്ക് അത് നമ്മൾ എല്ലാ സെൻറ്റേഴ്സിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു പ്ലാനിലൊക്കെയാണ്. കുറേ പ്രോജക്ട്സ് ഇൻ പൈപ്പ് ലൈനിലുണ്ട്. പക്ഷേ വി വിൽ ബി എംപ്ലോയിങ് ദാറ്റ് സൂൺ. So you will be a change maker for the tech city of Trivandrum? Correct. We are planning to be. You are planning to be. Now that's perfect. And കാരണം like we are adding around 300 seats. Okay. Like we need business. see, that's the beauty of it. As a business, when you're marketing, when you're trying to bring more business to yourself, parallelly you're changing something in the society. അങ്ങനെ നടക്കത്തുള്ളല്ലോ. Correct. നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായാലല്ലേ മുമ്പിലോട്ട് ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഡോട്ട് സ്പേസ് ഒരു ടിപ്പിക്കൽ നമ്മുടെ ഒരു വർക്ക് സ്പേസ് ആയിട്ടല്ല, മോർ ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി ആണ്. ലൈക്ക് യു സപ്പോർട്ട് ഈച്ച് അതർ. ദാറ്റ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ബ്രിങ് അപ്പ്, അച്ചീവ്. ട്രൂ. പെർഫെക്റ്റ്. സോ നമ്മൾ ഡോട്ട് സ്പേസിന്റെ ഇത് കഴിഞ്ഞു. ഒരു 1.5 years, യു ഹാവ് ബീൻ ദെയർ ഫോർ 3 years. 1.5 years കഴിഞ്ഞു, അടുത്ത 1.5 years വന്നു. How did you start what you're doing currently with Airbnb? Okay, so initially like ഞാൻ ഈ പറഞ്ഞ അജയ് സാറിന്റെ ആ ഒരു പുഷ് ഭയങ്കരമായിട്ടാണ്. സ്റ്റാർട്ട് യുവർ ഓൺ തിങ്. ലൈക്ക് either way അജയ് സാർ said like you have a safety net, like you have salary, പിന്നെ ഡോട്ട് സ്പേസ് ഉണ്ട്. if you want to start a business, company incorporate ചെയ്യണം, everything is there. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ലൈക്ക് ഐ വാസ് തിങ്കിങ് ലൈക്ക് എനിക്ക് ഡോട്ട് സ്പേസ് ആയിട്ട് എനിക്ക് എന്താണെങ്കിലും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ലൈക്ക് സേ ഒരു ബിസിനസ് ചെയ്യാണ്, രാവിലെ 9 to 6 ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്, ദാറ്റ് ഇസ് നോട്ട് എ ബിസിനസ്, ദാറ്റ് ഇസ് എ ജോബ്. അപ്പം ഐ വാണ്ടഡ് ടു ഡു സംതിങ് ദാറ്റ് ഐ ക്യാൻ മാനേജ് റിമോട്ട്ലി ബട്ട് ദെൻ ലൈക്ക് ഒരു റവന്യൂ വരുന്ന രീതിയിൽ. അപ്പം ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് ടൂറിസം അങ്ങനത്തെ ഭയങ്കര പാഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു വെള്ളയാണിയിൽ ഒരു പ്രോപ്പർട്ടി കാണുന്നു. അപ്പം അത് ലൈക്ക് അജയ് സാർ പറഞ്ഞു അതെടുത്തോ, അത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് പറയാൻ അറിയില്ല, ലൈക്ക് ഈ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി സൂപ്പർ ടെൻസ്. യെസ്, ലൈക്ക് there were days when I couldn't sleep. Okay, നാളെ എന്താവും, എന്ത് ചെയ്യണം, വാട്ട് ഇഫ് ദർ ലൈക്ക് ഇത് ചെയ്ത് പൈസ വന്നില്ലെങ്കിൽ. അപ്പം ലൈക്ക് ആ ഒരു ഞാനത് എനിക്ക് തോന്നുന്നു പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 14 days I did. ആൻഡ് അവസാനം കേസ് പറഞ്ഞു നീ മര്യാദയ്ക്ക് ചെയ്തോ ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. ലൈക്ക് പുള്ളിക്കാരി അങ്ങനെ ഭയങ്കര ഇതായിട്ട് സപ്പോർട്ടീവായി. അജയ് സാർ പറഞ്ഞ് ചെയ്യ് ബാക്കി നമുക്ക് നോക്കാം. ഏതേ വേ ലൈക്ക് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ട്, പോളായാലും ഫുൾ അങ്ങ് താഴേക്ക് പോവില്ല. അപ്പം ലൈക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ലാൻഡ് ആൻഡ് വാട്ടർ. ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് പ്രോപ്പർട്ടി. വെള്ളയാണിയിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ആൻഡ് ലൈക്ക് ഇനീഷ്യലി ലൈക്ക് അതിൻ്റെ ഉള്ള ഫണ്ട്സും ആക്ച്വലി അജയ് സാറാണ്. കോസ്റ്റ് മീ സം ലാക്സ് ആൻഡ് പക്ഷെ അതെല്ലാം അജയ് സാറാണ് ഇനിഷ്യലി സപ്പോർട്ട് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത് ആസ് എ ഹ്യൂമൻ ബീങ് ഭയങ്കര നല്ലൊരു റോൾ മോഡൽ ആയിരുന്നു, നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ലൈക്ക് കറന്റ്ലി ഐ എം ഓപ്പറേറ്റിംഗ് 3 properties, പ്ലാനിങ് ടു ആഡ് മോർ. So your basic business model is you take properties, correct, adane enhance cheyunu, correct, adane value add cheyunu, and then you put it on Airbnb, and at some point I'm assuming Land and Water will be doing it on their own booking websites or Insta pages. Adu like going ahead ipo 3 properties ipo namakku manage cheyan pattum. But say like if you are managing like 5-6 properties സ്വന്തമായിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ that will help. So like it's very interesting, right? Like a young guy like you who is trying to hustle, real estate is the spot. What is your take on tourism? Like what is, like, do you think this is a market that is going to boom because you are investing heavily? Exactly, because like ipam Trivandrum, like I was surprised because like my third property city center lana. Okay. And like that is getting booked like 70% occupancy വരുന്നുണ്ട്. അപ്പം like I was surprised. അപ്പം like വരുന്ന എല്ലാം like നമ്മുടെ ഫോറിനേഴ്സ് വരുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ഒത്തിരി. അപ്പം ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് പീപ്പിൾ എല്ലാവരും ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈക്ക് നമ്മുടെ വർക്കലേക്ക് ഇഫ് യു ഹവ് ബീൻ ടു വെരി ടൂറിസ്റ്റി പ്ലേസ് ആണ്. ആൻഡ് ലൈക്ക് ഐ ഹാവ് എ ഫ്രണ്ട് ഹു ഹാസ് 2 properties there, completely booked. Okay.
അപ്പം ലൈക്ക് ഫോർ ഷുവർ ലൈക്ക് ഇപ്പൊ കേരളയുടെ ആ ഒരു ടൂറിസം സെക്ടർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, ഇനിയും ഗ്രോ ചെയ്യും. ഇതിന്റെ ലൈക്ക് എയർബിഎൻബിയെ കുറിച്ച് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഓഡിയൻസ് യൂസ് ചെയ്യുന്ന ഫ്രം എ കസ്റ്റമർ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ബീങ് എ സപ്ലയർ പെർസ്പെക്റ്റീവ് എയർബിഎൻബി സത്യത്തിൽ ഒരു നല്ലൊരു പാർട്ട്ണർ ആണോ? ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ടെൽ മീ പെർസെൻറ്റേജസ് ഓർ എനിത്തിങ്, ബട്ട് കമ്പയർഡ് ടു എ ഡയറക്റ്റ് ബുക്കിംഗ് വേഴ്സസ് എയർബിഎൻബി ബുക്കിംഗ്, ഡു യു ഗോ ഇൻ ടു എ ബ്രേക്ക് ഈവൻ പോയിന്റ്? എയർബിഎൻബി വലിയൊരു ഷെയർ എടുക്കുന്നുണ്ടോ? Airbnb വലിയൊരു ഷെയർ എടുക്കുന്നുണ്ട്, പക്ഷേ ബട്ട് ദെൻ ലൈക്ക് സെയിം വിത്ത് സൊമാറ്റോ, സ്വിഗ്ഗി. സോ ലൈക്ക് ഇഫ് യു ആർ planning to host for like Airbnb takes around, I guess, somewhere around 12% commission. Okay. അപ്പം say if your property rent is 10,000, post it for 12,000. So like whatever that comes in, like അവരുടെ കമ്മീഷൻ പാർട്ട് അവരെടുത്തോളൂ. ഓക്കെ. ലൈക്ക് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ഐ വിൽ സേ. കാരണം ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഐ പേഴ്സണലി ഡു ബുക്കിംഗ്സ് ത്രൂ Airbnb or booking.com. അപ്പം ലൈക്ക് ആ പ്ലാറ്റ്ഫോം അത്രയും യൂസബിൾ ആണ്. അതെ, കറക്റ്റ്. സോ എയർബിഎൻബിയുടെ സേഫ്റ്റി നെറ്റ്, ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആസ് എ കസ്റ്റമർ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യു ആർ എ ഹോസ്റ്റ്, യു ആർ ലീവിങ് യുവർ പ്രോപ്പർട്ടി ഇൻ എ കസ്റ്റമേഴ്സ് ഹാൻഡ്. എയർബിഎൻബിയുടെ സേഫ്റ്റി നെറ്റ് ആക്ച്വലി കംഫർട്ടബിൾ ആണോ? ഇഫ് ഡാമേജസ് ഓർ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ എക്സ്പീരിയൻസ് വന്നില്ല. ബട്ട് ദെൻ മൈ ഫ്രണ്ട് ഹാഡ് എൻ എക്സ്പീരിയൻസ്. ബട്ട് ദെൻ അപ്പം തന്നെ അവർ ക്ലെയിം ഇട്ടു. ലൈക്ക് ഐ തിങ്ക് സം എമൗണ്ട് വാസ് റീഫണ്ടഡ്. പിന്നെ ലൈക്ക് അവരുടെ അടുത്ത ബുക്കിംഗ് അവരെന്തോ സെറ്റിൽമെന്റ് അങ്ങനത്തെ കാര്യം. പിന്നെ ദേ ഹാവ് ഇൻഷുറൻസ്. ഓക്കെ. അപ്പം സീരിയസ് ഡാമേജ് ഉണ്ടെങ്കിൽ ദാറ്റ് കവേഴ്സ്. എയർബിഎൻബിയുടെ ഇൻഷുറൻസ് നമ്മൾ Correct. കവർ ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ 12% കൊടുക്കുന്നുണ്ട്. They are giving you property insurance also in Correct. that one. Perfect. So now this is something that I'm very keen to know, because Indians are very well known for hospitality. Like Adati Deva Bhava is one of our biggest tourism slogans. But also ഞാൻ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഹോട്ടൽസ് റൺ ചെയ്യുന്ന ഫ്രണ്ട്സിന് കേട്ടിട്ടുള്ളതാണ്, വെനെവർ എൻ ഇന്ത്യൻ ഗസ്റ്റ് ഡസ് എ ചെക്ക് ഔട്ട്, അത് ക്ലീൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് താല്പര്യം കാണാറില്ല. ഒരു ഫോറിനർ ഒരു ഇന്ത്യനും വരുന്നൊരു ഹോട്ടലാണെങ്കിൽ Correct. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ കുറേ പേര് ചിലപ്പം ഓർഗനൈസ്ഡ് ആക്കാൻ നോക്കിയാലും കുറേ പേര് ഇതായിരിക്കും. സോ വാട്ട് ഹാസ് ബീൻ ദ മോസ്റ്റ് ഐ ഡോണ്ട് നോ ഡിസ്റ്റർബ്ഡ് വേ നിങ്ങളുടെ പ്രോപ്പർട്ടി ഇട്ടിട്ട് പോയിട്ടുള്ളത്? ആൻഡ് ഡു യു ആക്ച്വലി ഹാവ് എക്സ്പീരിയൻസ് ലൈക്ക് ദിസ് വെൻ a foreigner comes in and they leave bedsheet ഒക്കെ മടക്കി വെച്ചിട്ട് പോകും? യെസ്, ലൈക്ക് ഭയങ്കര സൂപ്പർ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ്സ് ഒക്കെ നമ്മുടെ സിറ്റിംഗ് ഏരിയയിലും ഡൈനിങ് ടേബിളിലും പുറത്തോടെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഫുഡ് ഡംപ് ചെയ്യുന്ന അങ്ങനത്തെ ലൈക്ക് കുറെ അങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ട്. ബട്ട് ദെൻ അൾട്ടിമേറ്റ്ലി യു ആർ റെന്റിങ് ഇറ്റ് ഔട്ട് ടു പീപ്പിൾ. യു കൻ എക്സ്പെക്ട് എ സർട്ടൻ ലെവൽ ഓഫ് തിങ്സ്. ആൻഡ് ലൈക്ക് സംടൈംസ് ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മോർ എക്സ്ട്രീം യു വിൽ ഫൈൻഡ് ഡ്രഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു ബാഡ് ഇതെന്ന് പറയുന്നത് അതാണ്. അത് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അത് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ സിവിക് സെൻസ് ഇതിലൊരു പോർഷൻ അല്ല. ബിക്കോസ് എനിക്ക് തോന്നുന്ന ഒരു മെയിൻ എന്നോട് എൻ്റെ ഈ ഹോട്ടലിൽ പറയുന്ന ഫ്രണ്ട് പറഞ്ഞാണ്, ആൾക്കാർ ചെന്ന് പറഞ്ഞാൽ ഐ എം പേയിങ് 10,000 ഫോർ ദിസ് റൂം ഫോർ ദിസ് നൈറ്റ്. എനിക്ക് റൂമിൽ എന്തും മാക്സിമം യൂട്ടിലൈസേഷൻ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞൊരു എക്സാമ്പിൾ ഐ തിങ്ക് സിമിലർ ടു വാട്ട് യു സെഡ്, ബെഡ്ഷീറ്റ് എടുത്ത് മടക്കിയിട്ട് നമ്മൾ വാഷ്റൂമിൽ കൊണ്ടിട്ടിട്ട് അതിന് മണ്ടയ്ക്ക് നിന്ന് ഐ തിങ്ക് ദേ വർ ബ്രഷിംഗ് ഓർ സംതിങ്, കാല് വെള്ളമാതിരിക്കാൻ വേണ്ടി. ഈസ് ലൈക്ക് ആ ബെഡ്ഷീറ്റ് ഇനിയും ആക്ച്വലി എത്ര അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ബെഡ്ഷീറ്റ് പിന്നെ കൊള്ളത്തില്ല. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ക്രോസ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ? അപ്പൊ അങ്ങനത്തെ അനുഭവമൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടാവാറുണ്ടോ? ഒത്തിരി ഉണ്ട്. ലൈക്ക് നമുക്കും അത് ഇഷ്ടം പോലെ ലൈക്ക് നമ്മൾ കുറെ അങ്ങനെ കീറി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് കുറെയൊക്കെ ചാർജ് ചെയ്യും, കുറെയൊക്കെ ലൈക്ക് നമ്മൾ വിട്ട് കളയും. കാരണം ലൈക്ക് ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് പിന്നെ വീണ്ടും റെഫറൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ദേ ക്യാൻ ബ്രിങ് ഇൻ സേ ലൈക്ക് അനദർ 5 references that will be good for us. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒത്തിരി എക്സ്ട്രീം അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഇത് ബെഡ്ഷീറ്റ് ഒരു കോസ്റ്റ് എത്ര 800,000 ആ ഒരു റേഞ്ചിൽ, ദാറ്റ് ഇസ് ഓക്കെ. 1,000 rupees ബുക്കിംഗ്, ദാറ്റ് ഇസ് ഓക്കെ. മെറ്റീരിയൽ ഡാമേജസ് വല്ലതും വന്നിട്ടുണ്ടോ പ്രോപ്പർട്ടിക്ക്? ആസ് ഇൻ ലൈക്ക് ഫർണിച്ചേഴ്സ് കുറെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറൊക്കെ ബ്രേക്ക് ചെയ്തു? അത് ലൈക്ക് എനിക്ക് തോന്നുന്നു എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലൈക്ക് ആൽക്കഹോളിക് മൊമെന്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ. ബട്ട് ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊക്കെ അവർ തന്നെ റിപ്പയർ ചെയ്ത് തരും. കുറെ ആൾക്കാർ അങ്ങനെ ചെയ്തു തരും. നമുക്കിപ്പം ഞാനിപ്പം 1.5 years into ഹോസ്റ്റിംഗ് കുറെയൊക്കെ അവർ തന്നെ കുറെ ഡാമേജ് ഒക്കെ അവർ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അവർ തന്നെ കോൺടാക്ട് ചെയ്ത് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യും, ഓക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവർ തന്നെ വന്ന് ഞാൻ ഒന്നിൽ പൈസ തരാം അല്ലെങ്കിൽ ദേ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ. അപ്പൊ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് അതല്ല. ഇതിനകത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ഭാവിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന പറഞ്ഞാൽ പേയ്മെന്റ്സ് എയർബിഎൻബിക്കാണല്ലോ കസ്റ്റമർ പേ ചെയ്യുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടുമോ? വിത്തിൻ 1 day ലൈക്ക് ഒരു 1 day ഇതിൽ വിൽ ഗെറ്റ് ഇറ്റ് ഓൺ ഇൻ അവർ ബാങ്ക് അക്കൗണ്ട്. അത്രയും ഡിലേ ഉള്ളൂ? ഓക്കെ, ദാറ്റ് ഈസ് റിയലി ഗുഡ്. സോ ആസ് എ ബിസിനസ് മോഡൽ ഐ തിങ്ക് ക്യാഷ് ഫ്ലോ അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ട് എയർബിഎൻബിയിൽ നടന്നുകൊണ്ടിരിക്കും. എയർബിഎൻബി ത്രൂ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി ആർ മോർ ലൈക്ലി കുറച്ച് സേഫ് ആണ്. നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന ബുക്കിംഗ്സിന് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഗോ ഫോർ ഒരു 50% എമൗണ്ട് അപ് ഫ്രണ്ട്. ബിക്കോസ് ക്യാൻസലേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വി ലൂസ് ഔട്ട് ഓൺ ദ ഡേ ആൻഡ്
Correct. Generally, I'll go for 50%. Whatever Okay. bookings come in, 50% വാങ്ങിച്ചു വെച്ചാൽ ലൈക്ക് വി ആർ സേഫ്. നമ്മുടെ ആ ബേസിക് ആയിട്ടുള്ള സാലറീസ് അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ അല്ലെങ്കിൽ പേ പേ ആയിട്ട് ആയി പോകും. പോക്കുള്ളൂ. ഓക്കെ. ആൻഡ് അപ്പം ഇതിലേക്ക് ഇനി നാളുകളിൽ വരാൻ ഞാൻ അഗൈൻ ഇത് വീണ്ടും ചോദിക്കുന്നതല്ല, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ദിസ് ആൻഡ് ഇഫ് ഐ എം ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് ഇൻ ഫ്യൂച്ചർ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ തരാൻ. സിമിലർലി ഇഫ് സമ്മൺ ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ്, അവരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതായിരിക്കാം. സോ ദ ലാസ്റ്റ് പോർഷൻ ടുവേർഡ്സ് ഇസ് ഇതിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ റിസ്ക് എന്താണ്? റിസ്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലയൻസ് ആണ്. യു ഡോണ്ട് നോ ഹൗ ദേ ബിഹേവ്, ലൈക്ക് അവർ എന്തൊക്കെ കൊണ്ടുവരുന്നു അങ്ങനെ കാര്യങ്ങളൊന്നും യു കാൺ ചെക്ക്. അപ്പം Okay. മാനേജിങ് ദാറ്റ് ഇസ് ഇല്ലീഗൽ സ്റ്റഫ് എന്തെങ്കിലും ഉണ്ടോ? അത് Okay. നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ദാറ്റ് അത് ഇസ് നമ്മൾ ലൈബിൾ ആണോ ആക്ച്വലി? കേരളയിൽ ഇപ്പം റൂൾസ് അനുസരിച്ച് ലൈക്ക് ഐ തിങ്ക് വി ഗെറ്റ്, ഇപ്പം നമ്മൾ ലൈബിൾ അല്ലെങ്കിൽ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യാനും പോയി വിൽ ലൂസ് അവർ ടൈം. ഓക്കെ. ഓക്കെ. ജനറലി അങ്ങനത്തെ ഒരു ഇതുണ്ട്. ബട്ട് ദെൻ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഉണ്ട്. ആൻഡ് ഇതിൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഒരു പോയിന്റിലുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ വെൻ ഐ വാസ് റിസർച്ചിങ് ഫോർ എ പോഡ്കാസ്റ്റ് ഈ ഓയോ വേഴ്സസ് എയർബിഎൻബി, how couples are using it, how things are happening like that. Is Airbnb more safer than Oyo? And conversations like that one. Have you faced any issues like that? ചുറ്റുമുള്ള സദാചാരം അങ്ങനെ എന്തെങ്കിലും? ഐ തിങ്ക് ലൈക്ക് ഞാൻ ഈ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഐ തിങ്ക് പീപ്പിൾ ആർ മോർ ഓപ്പൺ നൗ. Open. ഐ ഡോണ്ട്, എനിക്കിങ്ങനെ അതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. Okay. അപ്പാർട്ട് ഫ്രം ലൈക്ക് പീപ്പിൾ ബൂസിങ് അപ്പ് ആൻഡ് ലൈക്ക് സ്ക്രീമിങ്, അങ്ങനത്തെ കുറച്ച് നെയ്ബർ കംപ്ലൈൻസ് ഉണ്ടായിട്ടുണ്ട്. വേറെ അപ്പാർട്ട് issues ഫ്രം ഒന്നുമില്ല. ദാറ്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. Okay. And then for your cleaning staff and people who are there to support you, അവരൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ ഇതുണ്ടോ? അതോ യു ആർ ഓൾവേസ് ട്രൈങ് ടു റീഹയർ, പീപ്പിൾ ആർ ഇല്ല, ലീവിങ്? അതെല്ലാം നമുക്ക് അറിയാവുന്ന ടീംസ് തന്നെയാണ്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ലൈക്ക് വഴുതക്കാടൊക്കെ നമ്മുടെ ഡോട്ട് സ്പേസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഞാൻ Okay. കൊടുത്തിട്ടുണ്ട്. അപ്പം ലോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം നമ്മൾ സാലറി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ലൈക്ക് സേ ബുക്കിംഗ്സ് കൂടുതലാണ്, ബുക്കിംഗ്സ് ചില മന്ത്സ് ലൈക്ക് വിൽ ഗെറ്റ് അറൌണ്ട് 2-3 ബുക്കിംഗ്സ്. അപ്പോഴും ആ ഫിക്സഡ് സാലറി ആണ്. ചില മന്ത്സ് സേ 90% ഒക്യുപ്പൻസി, സെയിം സാലറി. ദേ ആർ ഓൾസോ ഹാപ്പി. പ്രശ്നമൊന്നുമില്ല. ബ്രേക്ക് ഈവൻ എത്രയാണ് ആക്ച്വലി ഒരു പ്രോപ്പർട്ടി, ലൈക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡോളർ വാല്യൂസ് ഓർ ദ വാല്യൂ ദാറ്റ് ദേ പുട്ട് ഫോർ ദ റെന്റൽ? ജനറലി എയർബിഎൻബിയിൽ ഒരു പ്രോപ്പർട്ടി ബ്രേക്ക് ഈവൻ ചെയ്യണമെങ്കിൽ എത്ര ബുക്കിംഗ് വേണം? ബ്രേക്ക് ഈവൻ ആസ് എൻ ലൈക്ക് ജനറലി നമുക്ക് ലൈക്ക് നമ്മൾ ജസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ് നോക്കിയത്, ബിക്കോസ് സെറ്റപ്പ് കോസ്റ്റ് ക്യാൻ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് Correct. പ്രോപ്പർട്ടീസ്. സോ മേജർ കോസ്റ്റ് വിൽ ബി റെന്റ്, ഓക്കെ. ഇലക്ട്രിസിറ്റി ആൻഡ് ലൈക്ക് സാലറി. Okay. ദിസ് വിൽ ബി ദ 3 മെയിൻ കോസ്റ്റ്. നമ്മൾ മാക്സിമം ഇപ്പം സേ വഴുതക്കാട് പ്രോപ്പർട്ടി ആണെങ്കിൽ ദാറ്റ് വിൽ കം അപ് ടു 50-60K. അപ്പം മോർ ദാൻ ദാറ്റ് ഇസ് പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ ഒരു ഏകദേശം ഒരു എത്ര യൂട്ടിലൈസ് ബുക്കിംഗ് ഒരു 60% ബുക്കിംഗ് ഉണ്ടെങ്കിൽ യു ആർ like ബ്രേക്ക്. 12 days, 13 days is a good Okay. number. സോ ലെസ് ദാൻ 50 ആണെങ്കിലും യു ക്യാൻ ഡു ഇറ്റ്. ബിക്കോസ് ഇത് ഞാൻ പേഴ്സണലി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. വി ഹാവ് ഓൺലി 4 വീക്കെൻഡ്സ്. 4 വീക്കെൻഡ് ബുക്ക് ഔട്ട് ആയാലും നമ്മൾ പ്രോഫിറ്റബിൾ ആകുമോ എന്നുള്ളൊരു എനിക്ക് 4 നമ്മൾ വീക്കെൻഡ്സ് ബുക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ലൈക്ക് റണ്ണിംഗ് സേഫ്. കോസ്റ്റ് ഇസ് ഡൺ. Perfect. So what is next for land and water? So like I am planning for like to add few more properties, because like initially I was thinking like ഇതുപോലെ ഭയങ്കര സീനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാം. ബട്ട് ദെൻ ലൈക്ക് ആ ഒരു വഴുതക്കാട് പ്രോപ്പർട്ടി വന്നപ്പം എൻ്റെ ആ കംപ്ലീറ്റ് അത് ചേഞ്ച് ആയി. കാരണം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആരെങ്കിലും എടുക്കുമെന്ന്. ബട്ട് ദെൻ ലൈക്ക് ലാൻഡ് ആൻഡ് വാട്ടറിനെക്കാട്ടി ബുക്കിംഗ്സ് വഴുതക്കാട് പ്രോപ്പർട്ടിയിൽ വന്നു തുടങ്ങി. അപ്പം ലൈക്ക് ഐ വിൽ ബി ആഡിങ് മോർ പ്രോപ്പർട്ടീസ് ഭയങ്കര സിറ്റി സെന്റേഴ്സിലും അങ്ങനത്തെ. ഇപ്പം ലൈക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ Okay. ഞാൻ ലുക്കിംഗ് പ്രോപ്പർട്ടീസ് ഒത്തിരി നോക്കുന്നുണ്ട്. നല്ല ഏതെങ്കിലും പ്രോപ്പർട്ടി വരുവാണെങ്കിൽ ലൈക്ക് ഫോർ ഷുവർ. Tech wise, are we expect, because you sit in the tech city most probably, ഒരു ആപ്പോ ഒരു വെബ്സൈറ്റോ അതൊക്കെ ലാൻഡ് ആൻഡ് വാട്ടറിനകത്ത് കാണും? ഞാൻ ഈ പറഞ്ഞ പോലെ ഇനിഷ്യലി ഇപ്പോൾ 3 പ്രോപ്പർട്ടീസ് ഐ ക്യാൻ മാനേജ്, കോൾസ് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഗോയിങ് ഫോർവേഡ് 5-6 പ്രോപ്പർട്ടീസ് ആകുമ്പം എല്ലാം എനിക്ക് മാനേജ് ചെയ്യാം. ഐ നീഡ് ടു ഹയർ സമ്മൺ. അല്ല ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ലൈക്ക് ഇപ്പം ഞാൻ ഭയങ്കര ഒട്ടും സിസ്റ്റംസ് ഇല്ലാതെയാണ് ഓടുന്നത്. ബട്ട് ദെൻ ലൈക്ക് ഇപ്പം ഡോട്ട് സ്പേസ് നമ്മൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. അപ്പം ഗോയിങ് അഹെഡ് ലൈക്ക് സേ ഒരു 5-6 പ്രോപ്പർട്ടീസ് ആയി, അൺലെസ് യു ആർ ഓർഗനൈസ്ഡ് എല്ലാ കാര്യങ്ങളും ഇതായിരിക്കും. അപ്പം ആ ഒരു പോയിന്റിൽ ഫോർ ഷുവർ ലൈക്ക് ആപ്സോ വെബ്സൈറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ടെക്നോളജിയിലേക്ക് കൂടുതൽ പോകുന്നത്. Now, for a person who is going to enter into the land of real estate, co-working space, what have you learned and what do you advise? What have I learned and what? Okay, so basically ഞാൻ ഈ പറയുന്നത് ലൈക്ക് ദെൽ ബി ചലഞ്ചസ് ഇൻ യുവർ ലൈഫ് വാട്ട് എവർ ബീറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ചലഞ്ചസിൽ കൂടെ കടന്നു പോയിട്ടാണ് ലൈക്ക് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പം ദെൽ ബി ചലഞ്ചസ് ഫോർ ഷുവർ. അപ്പം നമ്മൾ അതിനെ എങ്ങനെ കറക്റ്റ് എങ്ങനെ അതിനെ ചെയ്യുന്നു എന്നുള്ളതാണ്, ദാറ്റ് ഈസ് വാട്ട് ഡിസൈഡ്സ് ഓൺ വേർ വി സ്റ്റാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഫ്യൂച്ചർ എങ്ങനെ പോകും. അങ്ങനെ ദെൽ ബി ഹാർഡ്ഷിപ്സ്, ബട്ട് ദെൻ ലൈക്ക് ഓവർകം ദാറ്റ് യു ആർ ഗുഡ്. Will you be an Ajay for a Jensen in the days to come? Aspiring,
കാരണം ഞാനിപ്പം ലൈക്ക് അജയ് സാറിന്റെ ആ ഒരു ഇൻസൈറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബട്ട് ദെൻ ലൈക്ക് ഐ ട്രൈ ടു ഹയറിങ് എനിക്ക് ആ അജയ് സാർ എനിക്ക് തന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഐ ആം ഓൾസോ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് എവിടെയാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇത് ചെയ്യാൻ അങ്ങനത്തെ പറ്റുക. കാര്യങ്ങളൊക്കെ. അപ്പോൾ വൺസ് ഐ കൻ ക്ലോസ് ദ ഗ്യാപ്പ് ഐ ഗെസ്. I'm really happy that you said that, because ഞാൻ ഭയങ്കരമായിട്ട് ലൈക്ക് ഞാൻ പേഴ്സണലി പ്രൊമോട്ട് ചെയ്യാനും എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ലോട്ട് ഓഫ് ദ ടൈംസ് എൻ്റെ വൈഫ് ജോഡി ആയാലും എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ മനീഷ് ആയാലും എന്നോട് ചോദിക്കാറുണ്ട്, വൈ ഡു യു ഡു ദിസ്? ലൈക്ക് അനാവശ്യമായിട്ട് കുറേ പേരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. Correct. ബട്ട് ദ പോയിന്റ് വാട്ട് ഐ ഫെൽറ്റ് ഇസ്, ഞാൻ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോഴും, ഞാൻ എൻ്റെ ആദ്യത്തെ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും, ഫോർ യു ഹാഡ് എൻ അജയ്, ഫോർ മീ ഐ ഹാഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. Correct. ആൻഡ് ഇന്ന് ഞാൻ I don't know, എൻ്റെ path to peak, maybe I'm right now climbing the smallest peak right now, and I've got like most probably Mount Everest, almost 20 mountains ahead. So എനിക്ക് ഇനിയും കുറേ ഉണ്ട്. But still I feel if I can give it back to people, and അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ path to peak. എന്നോട് ഞങ്ങളുടെ ഓഡിറ്റർ ചോദിച്ചൊരു കാര്യമാണ്, I thought you're busy and I would never get hold of you. Why are you doing another thing? But what I told him is like, this is my way of at least spending 1 hour, 2 hour with people like yourself, learning first of all about yourself, your businesses, in which way I will get some ideas at some point. But also parallelly, നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഒരു യങ് മൈൻഡ്, ഒരു യങ് എഞ്ചിനീയർ എവിടെയെങ്കിലും വരുന്ന കേട്ടിട്ട്, ഇഫ് ദേ ഗെറ്റ് ദ കോൺസെപ്റ്റ് കി ഐ ക്യാൻ ഓൾസോ ബിൽഡ് അപ്പ് ദ കോൺഫിഡൻസ് ടു ഡു സംതിങ്. ആൻഡ് അവിടെ ഒരു പോയിന്റ് ആയിരിക്കും, ഞങ്ങൾ ചിലപ്പോൾ ജെൻസിൻ്റെ ഇൻഫർമേഷൻ താഴെ പോസ്റ്റ് ചെയ്യും. ദേ ക്യാൻ റീച്ച് ഔട്ട് ടു യു. Even if you sit with a coffee for someone for 20 minutes, you may change a life, right? Correct. So, Jensen, അങ്ങനത്തെ ഒരു mentorship റോഡിലേക്ക് at some point you will be there. Expecting to be, yes. Expecting to be. അത് നമ്മുടെ പാത്ത് ടു പീക്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷെയർ ചെയ്യാൻ കഴിയട്ടല്ലേ? Yes. പെർഫെക്റ്റ്. ജെൻസിൻ, നമ്മൾ എത്ര അരമണിക്കൂർ ഇരിക്കുമെന്ന് ചോദിച്ച് തുടങ്ങിയതാന്ന് തോന്നുന്നു. ഇപ്പൊ ഏകദേശം നമ്മൾ 2 മണിക്കൂറോളം എടുക്കാറായി. Damn. See, this is 2 hours. 2 hours. See, this is the I was beautiful thinking thing. like, okay, ഞാൻ ഫസ്റ്റ് സൂപ്പർ ടെൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇനിഷ്യൽ സംസാരിക്കാൻ മനസ്സിലാവും. ബ്രേക്ക് ആവുന്നുണ്ട്. പിന്നെ ഞാനത് this is like ഒരു പറഞ്ഞായിരുന്നു. ഭയങ്കര ചാറ്റ് പോലെ ആയി. പിന്നെ ഭയങ്കര അലൈൻ ആയി. കറക്റ്റ്. ആൻഡ് ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചോളം ചിലപ്പം ഈ 2 മണിക്കൂറും ഈ ഇൻഫർമേഷൻ അടിപൊളിയാണ്, ഈ ഇൻഫർമേഷൻ അടിപൊളിയാണെന്നല്ല അല്ല. ഇറ്റ്സ് അബൌട്ട് 2 people sitting and having a conversation. ഇതിൽ അപ്സും ഉണ്ട്, ഡൗൺസും ഉണ്ട്, just like the life both of us had so far. Now we are coming to the fun part of the segments, right? The first segment, and Amal, Judy, Manish, everyone hates this segment because അവർ പറയുന്നത് ഇത് ഭയങ്കര ക്ലീഷയാണ്, എല്ലായിടത്തും നടക്കുന്നതാണ്. പക്ഷേ this is very close to me and I take it very personally. It's happiness. Okay. It's happiness segment because ഞാൻ എൻ്റെ ജീവിതം ഹാപ്പിനെസ്സിൽ കൂടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. And right now I'm getting a ping from my editor Amal saying don't do it, but I will do it. So this is basically a fast finger or like a fast segment wherein I will just say something. You have to tell me your most happy memory about that point, right? Because എൻ്റെ ഒരു കോൺസെപ്റ്റിൽ whatever my team says, I believe ചിലപ്പോൾ ആ ഒരു തോട്ട് പറയുമ്പോഴായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സാഡ് മൊമെന്റ് ഉണ്ടെങ്കിൽ he may share that memory and അവർക്കൊരു ഹാപ്പി പോയിന്റ് കിട്ടും. So we will start, right? Okay. So the first thing I will ask the scenario I will give you is dot space. What's the first happy memory? Happy memory. Okay. So like first thing, like I think നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ഐ ക്ലോസ് ദ സെയിൽ ആൻഡ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ആ ഒരു ഇതിന്ന് സെയിൽസ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. ആൻഡ് അജയ് സാർ അന്ന് ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്തു. അപ്പം ലൈക്ക് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സെയിൽ ആൻഡ് ഐ ക്ലോസ് ദാറ്റ് ആൻഡ് ദാറ്റ് മേഡ് ബി ലൈക്ക് ഡോട്ട് സ്പേസിലെ ഫസ്റ്റ് ഹാപ്പിനെസ് അതാണ്. ബട്ട് ദെൻ ലൈക്ക് ജനറലി നോക്കുകയാണെങ്കിൽ കുറെ ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. ദിസ് ഇസ് വൺ തിങ് ഐ റിമെമ്പർ. ഫസ്റ്റ് ഹിറ്റ് ചെയ്ത് കറക്റ്റ്. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മെമ്മറി കാണില്ലോ. ആ സെയിൽ ദാറ്റ് ഐ വാസ് വെരി കോൺഫിഡൻറ്റ്, കാരണം എനിക്കത് പറ്റും. കാരണം കമ്മിങ് ഫ്രം എ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ആരുടെ അടുത്ത് സംസാരിക്കാത്ത ഇതിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നിട്ട് ഐ കുഡ് ക്ലോസ് ദാറ്റ്. It was your moment of realizing I've gone to the right path. Correct. Perfect. That and like Ajay sir ഭയങ്കരമായിട്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. Celebrate ചെയ്തു. Yes. Perfect. That was a memory. Second, land and water. Land and water. Okay. So land and water നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈക്ക് ഇനിഷ്യലി ലൈക്ക് ഐ യൂസ് ടു ഗെറ്റ് അറൌണ്ട് 3, 4, 5 ബുക്കിംഗ്സ് അങ്ങനെ ലൈക്ക് ആ ഡിസംബറിൽ I was at 90% occupancy. And that was a very happy moment. കാരണം ആൾക്കാർ ആ ഒരു പ്രോപ്പർട്ടി കറക്റ്റ് റിസീവ് ചെയ്തു. That was a very happy moment for me. How did you celebrate that? Like ഞാൻ generally I don't drink or smoke up or അങ്ങനത്തെ ഒന്നുമില്ല. ജിമ്മിൽ പോയി ഡംബിൾ No, I eat a lot. ഫുഡ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും. അപ്പം ലൈക്ക് I went out with Kessi, I guess, and like we had dinner. That is my happiness. What's one restaurant in Trivandrum, being a foodie yourself, you will recommend without thinking twice? So I have this burger place called Turf. Turf has like
റിയലി ഗുഡ് ബർഗേഴ്സ്. പിന്നെ ലൈക്ക് ജനറലി ഐ മീൻ ടു ലൈക്ക് എനിക്ക് ട്രിവാൻഡ്രത്ത് അത്രയും നല്ല റെക്കമെൻഡേഷൻസ് തരാൻ പറ്റില്ല. ബട്ട് ദെൻ ഇഫ് യു ഗോയിങ് ടു കൊച്ചി ഐ റെക്കമെൻഡ് സ്മോക്ഡ് ബൈ സ്റ്റീവ്. Yes, I've heard about that place. യെസ്, ടോണീസ് കിച്ചൺ, ടോണീസ് കിച്ചണും കേട്ടിട്ടുണ്ട്, ബർഗറി ബർഗർ ഞാൻ കേട്ടില്ല. ഭയങ്കര നല്ലതാണ്. ലൈക്ക് ഡു ട്രൈ. അങ്ങനെ കുറെ എനിക്ക് കൊച്ചി ആണെങ്കിൽ സ്മോക്ഡ് ഞാൻ ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. ഹൈലി റെക്കമെൻഡഡ് ആണ്. Yeah, most probably we will go together at some point. യെസ്, ലുക്കിംഗ് We ഫോർവേഡ്. have to do that. ഫുഡ് Okay. ട്രിപ്പ് ആണെങ്കിൽ ഐ മീൻ ഞാനെല്ലാം ചെയ്താ. Okay, third, coming on the same thing, food. What's the first happy memory you have? അത് എനിക്ക് ഫുഡ് എല്ലാം ഹാപ്പിനെസ് ആണ്. അപ്പം ഹാപ്പി മെമ്മറി ആയിട്ട് First thing that hits you. ഞാൻ Food. ഫുഡ് എന്ന് പറഞ്ഞു ഉടനെ. ഓക്കെ. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ചെറിയ ഒരു ലൈക്ക് ഇന്ത്യൻ വെസ്റ്റേൺ ഞാനൊരു ചിക്കൻ ഫ്യൂഷൻ ട്രൈ ചെയ്തു. ആൻഡ് ലൈക്ക് ജനറലി ലൈക്ക് ഇത് ഞാൻ എൻ്റെ കോളേജ് ഡേയ്സ് അല്ല സ്കൂൾ ഡേയ്സ് അനിയത്തൊക്കെ ഉള്ളപ്പോഴാണ്. ജനറലി ദേ ഡോണ്ട് അപ്രീഷിയേറ്റ് മൈ കുക്കിംഗ് ദാറ്റ് മച്ച്. അപ്പം ജനറലി എല്ലാവരും ഭയങ്കര പുച്ഛം അങ്ങനത്തെ ഒരു ഫീൽ ചെയ്തു. ബട്ട് ദെൻ ലൈക്ക് ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. Okay, അപ്പം അത് ദാറ്റ് വാസ് എ ഒരു പ്രൗഡ് happy മൊമെന്റ്. ഓക്കെ, memory ആണ്. ഷെഫ് ഇത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. Nice, very good, very good. The next one, family. What's the first happy memory? ഫാമിലി ലൈക്ക് എല്ലാം ഭയങ്കര ഹാപ്പിനെസ് അല്ലേ നമുക്ക്. മോർ ലൈക്ക് നമ്മൾ ആ എനിക്കിപ്പം ഞാൻ നോക്കുമ്പോഴും നമ്മൾ ആ 4 പേരും ഉണ്ടായിരുന്ന ഒരു സമയം ദാറ്റ് വാസ്. കാരണം ഇപ്പം എല്ലാവരും പല വഴിക്കായി. പല വഴിക്ക്. ഐ എം മൈ വേ. പപ്പ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. ജസ്വിൻ ഇസ് ഇൻ US. അപ്പം ലൈക്ക് എല്ലാവരും ഭയങ്കര സെപ്പറേറ്റഡ് ആയി. അപ്പം ലുക്കിംഗ് ബാക്ക് ആ നമ്മളെല്ലാവരും ഉണ്ടായിരുന്ന ഒരുമിച്ചുണ്ടായിരുന്ന സമയം. ഗുഡ്. Your wife, your your partner in crime. ഓ ഷീസ് വെരി സപ്പോർട്ടീവ്. First happy memory എന്ത് എന്നാലും. ഹാപ്പി മെമ്മറി. First happy memory. That might be something if she എനിക്ക് ഒന്ന് ഡ്രസ് എന്തെങ്കിലും വാങ്ങിച്ചു തന്നതായിരിക്കും. ദാറ്റ് ഇസ് വെരി ക്യൂട്ട്. കാരണം ഞാൻ അങ്ങനെ ഇതുവരെ എനിക്ക് ആരും അങ്ങനെ ഒന്നും തന്നിട്ടില്ല. ലൈക്ക് പപ്പ അങ്ങനത്തെ തന്നിട്ടുണ്ട്. ബട്ട് ദെൻ ലൈക്ക് ദിസ് വാസ് വെരി ന്യൂ. എനിക്കൊന്ന് ഷൂസ് എന്താ വാങ്ങിച്ചു തന്നു. നമ്മുടെ ഫാഷൻ സെൻസ് മുഴുവൻ മാറ്റിയോ? അങ്ങനെയില്ല. ബട്ട് ദെൻ ലൈക്ക് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് നോക്കിയൊരു ഷൂസ് ഉണ്ടായിരുന്നു. Okay. പ്യൂമയുടെ ഒരു അന്നത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഫോർ മൈ ബർത്ത്ഡേ ഷീ ബോട്ട് ഇറ്റ് ഫോർ മീ ആൻഡ് ലൈക്ക് ക്വൈറ്റ് എക്സ്പെൻസീവ്. ബട്ട് ദെൻ ലൈക്ക് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം. സന്തോഷം. അല്ല കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ദെൻ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ ആലോചിക്കുന്നതായിട്ട് പെട്ടെന്ന് അലൈൻ ആവുന്നതാണല്ലോ. Yes. ഐ തിങ്ക് നമ്മൾ പൈസനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, പൈസ. അതപ്പോ അത് ക്ലിക്ക് ചെയ്യും. True. The last portion, what is the happiest moment that you have when you think about your life so far? ഈ പോഡ്കാസ്റ്റ് ആയിരിക്കും. I'll actually take that, and I really appreciate that also, Ajanse. That's actually really good. Like Thank you. happiest moment in my life, I'll say. Like ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു. That is like, your happiest. Yes. Like from nothing, I'm somewhere. That is my happy moment. ഭയങ്കര philosophical on, but that is also that's actually very true. Where you are right now. Correct. Nah, that's perfect. Last segment of it. We have 2 segments to close off with it. First one, you said you read, and one of the books which really helped me in my own journey of management is Leaders Eat Last, and it's by Simon Sinek. I don't know if you have read it. If you have, share it with the person who has not read it. But this is one habit that we have that we give to every guest that we have come in. Thank you. You get a copy of it, and whenever you get time, please do read it. I think Sure. from a management perspective, it's really good. And if you like it, do promote it. Sure, ഞാൻ for ഭയങ്കര ഒരു ബിലീവർ ആണ്. ബുക്ക് റീഡ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് പാസ് ഓൺ Okay, ചെയ്യാം. I'll give you some suggestions as well. For sure. And we will share, like I will read it and I will share it with the next person. And most probably next bundle അതിൽ നല്ലൊരു ബുക്ക് ഉണ്ടെങ്കിൽ we will start introducing that also. Okay. And the last portion of it is എൻ്റെ കുറേ ചോദ്യങ്ങൾ മുമ്പിൽ ജെൻസിന് ഏകദേശം 2 മണിക്കൂറായിരുന്നു. Now you have the golden opportunity to ask me anything that you have thought about asking me. And ഇവിടെ എനിക്ക് അധികാരമുണ്ട്. ഞാൻ അമലിനോട് പറഞ്ഞ് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ. സോ ബേസിക്കലി ഞാൻ എപ്പോഴും ലൈക്ക് സോണിയുടെ അടുത്ത് ചോദിക്കണമെന്ന് വെച്ചൊരു കാര്യമാണ്. സോ ലൈക്ക് യു ആർ കംഫർട്ടബിൾ വിത്ത് TIG. Yes. സോ ലൈക്ക് എവറിത്തിങ് യു ആർ കംഫർട്ടബിൾ. സോ അതിൽ നിന്ന് EBS ആൻഡ് ദിസ് പോഡ്കാസ്റ്റ് എന്താണ് ആ ഒരു ഇൻഫ്ലുവൻസ്? സോ വാട്ട് മെയ്ഡ് യു ഡു ഇറ്റ്? That's actually a very good question. To start with, actually എൻ്റെ ആദ്യത്തെ വെഞ്ചർ 2013 ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ I've been always a co-founder. ഫൗണ്ടറായിട്ട് ഞാൻ അങ്ങനെ ഒരു ബിസിനസ്സിലും വന്നിട്ടില്ല. ആൻഡ് യു സെഡ് I like to hustle. I'm a very big believer of making money. ഞാൻ എപ്പോഴും പറയുന്നതാണ് the art of spending money to make money. അപ്പം I'm just trying to see what all things I can achieve. And I thought ki ലൈഫിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നാളെ ഒരു കാലത്ത് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ ദ വിഷൻ that India has one of the best resources in the world. Correct. And still
ഫോർ certain റിസോഴ്സസ്. ഭയങ്കര അണ്ടർടാപ്ഡ് ആണ്. ആൻഡ് ഇവിടുത്തെ വർക്ക് കൾച്ചർ അതിലൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് ലൈക്ക് EBS ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ചെറിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും, മേ ബി ലെസ് ദാൻ 20 people. പക്ഷെ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം. ആൻഡ് ഓൾസോ മൈ സിമ്പിൾ മാത്ത് ഓഫ് ബിസിനസ് ഇസ് 1 billion population. I tap 0.001%. Still I will tap more than what I could tap back in Melbourne. അങ്ങനത്തെ ഒരു ആഗ്രഹം വെച്ച് EBS തുടങ്ങി. പോഡ്കാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ I've always been at heart that I have to start giving back at some point. ഈ ജെൻസി പറഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ആൻസർ കാണത്തില്ല, പക്ഷെ അത് എനിക്കൊരു ലേണിംഗ് ആയിരിക്കും. ആൻഡ് ഇഫ് ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് മോട്ടിവേറ്റ് 1 person to start a new venture in Kerala, that will be one of the biggest success that I would have in my personal life. So that is the reason why we started Path to Peak, and that's why Path to Peak ന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഓഡിയൻസ് കാണാൻ പോകുന്നത്, we will have, as I said before, people who have climbed Mount Everest, സക്സസിന്റെ പീക്കിൽ നിൽക്കുന്നവരായിരിക്കും, people who have just started, and people like yourself who have explored. They know what their path and stuff is. I will learn. Parallelly, some people around us will be benefiting from it. That's the entire story of why Path to Peak and EBS. That's inspiring. Perfect. Jensi, once again, I know you have a very busy schedule. It's a weekend coming up. Most probably you have some steaks to cook up, or you have some wonderful time to spend with your wife. I really appreciate you coming here. And for people who are watching us today, I really hope this opens up you to the fact that taking some risk is what will get you to land some stuff also. Correct. You may fail, you may succeed, but Correct. at the end of the day, Have the courage. it's all about the courage, and we will find the success. Once again, thank you, Jensen, for coming to Path to Peak. And hopefully the next time we come to you, we will have more energetic young entrepreneurs sitting on these chairs who are onto their path to peak. Thank you. Thank you. Thank you for having me.